മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുഷ്പമായിരുന്നു ഫാത്തിമ. ആയതുകൊണ്ടാ ഫാത്തിമക്ക് ഫാത്തിമ സഹ്റ എന്ന പേര് പറഞ്ഞത്. ഇനിയോ എന്റെ സുഹൃത്തുക്കളെ, ഫാത്തിമത്തുൽ ബത്തൂൽ, ഫാത്തിമ ബീവിക്ക് ബത്തൂൽ എന്ന പേരുണ്ട്. ബത്തൂൽ എന്ന പദത്തിന്റെ അർത്ഥം എന്താ? കന്യക എന്നതാ. എന്തുകൊണ്ടാ കന്യക എന്ന പേര് കൊണ്ട് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ പ്രസിദ്ധയായതെന്നോ? ലിഅന്നഹു ലാ ശഹവത ലഹാ ബിർരിജാൽ. മറ്റു പെണ്ണുങ്ങളെ പോലെയല്ല മഹദിയായ ഫാത്തിമ. ഒരു പുരുഷനെ കണ്ടാലും വികാരത്തിന്റെ ഒരു ചിന്ത മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയ്ക്കില്ലായിരുന്നു. അല്ലാഹു തആല കണ്ടറിഞ്ഞിട്ടാ ഒരു പ്രസിദ്ധമായ പേര് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയിലേക്ക് ചേർത്തി കൊടുക്കുന്നത്. ഇനിയോ എന്റെ ഉമ്മമാരെ, മഹാനായ നബി തങ്ങളുടെ പൊന്നുമോക്ക് മറ്റൊരു പേരുണ്ട്, ഉമ്മു അബീഹ. സ്വന്തം ഉപ്പയുടെ ഉമ്മ എന്നൊരു പേരും മഹദിയായ ഫാത്തിമ പ്രസിദ്ധയാണ്. എന്തുകൊണ്ടാ ഉമ്മു അബീഹ എന്ന പേര് പറഞ്ഞതെന്നോ? മഹദിയായ ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ ഹബീബായ നബി തങ്ങളുടെ മാതാവ് ആമിന ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ അല്ലാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചിരുന്ന മഹദിമാർ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ ഹബീബിനെ അത്രത്തോളം സ്നേഹിച്ച ഒരു വ്യക്തിയുമില്ല. ഉമ്മ സ്നേഹിക്കുന്നത് പോലെ ബഹുമാനപ്പെട്ട നബി തങ്ങള് മഹദിയായ ഫാത്തിമ സ്നേഹിച്ചിരുന്നു, സേവനം ചെയ്തിരുന്നു. അതുകൊണ്ടാ ഫാത്തിമക്ക് ഉമ്മു ഹബീഹ എന്ന പേര് വെച്ചത്. എന്നാൽ നിങ്ങൾക്കറിയണോ, ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പ്രസിദ്ധി ഏതു മുതൽ തുടങ്ങിയെന്നോ? മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുകയാ, അൻ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മഹാനായ നബി തങ്ങൾ പറയുന്നത് നോക്ക്, ലൈലത്തുൻ ഉരിജ ബി ഇലസ്സമാ, അല്ലാഹു തആല വാനലോകത്തേക്ക് എന്നെ യാത്ര കൊണ്ടുപോയപ്പോ എന്റെ ജീവിതത്തിലുള്ള മിഅ്റാജ് നടക്കുന്ന സമയോ അല്ലാഹു തആല ലോകത്തുള്ള അത്ഭുതങ്ങൾക്ക് പുറമെ വാനലോകത്ത് ഏതെല്ലാം അത്ഭുതങ്ങളാ സൃഷ്ടിച്ചിട്ടുള്ളത്? അർശിനെ കുറിച്ച്, കുർസിയിനെ കുറിച്ച്, സ്വർഗത്തെ കുറിച്ച്, നരകത്തെ കുറിച്ച് എനിക്ക് നേരിട്ട് കാണിച്ചു തരാൻ വേണ്ടി എന്നെ അല്ലാഹു തആല ഇസ്രാഇന്റെ രാത്രിയില് വാനലോകത്തേക്ക് കൊണ്ടുപോകുമ്പോ റഅയ്തു മക്തൂബൻ അലാ ബാബിൽ ജന്നതി ബിദ്ദഹബി, പരിശുദ്ധമായ സ്വർഗത്തിന്റെ സവിധത്തിലേക്ക് ഞാൻ ചെല്ലുമ്പോ ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുകളിൽ കൊത്തിവെച്ചത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടുപോയി. എന്താ സ്വർഗത്തിന്റെ വാതിലിലുള്ളതെന്നോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്, കലിമ തൗഹീദിന്റെ ആദ്യത്തെ പദോ പരിശുദ്ധമായ സ്വർഗത്തിന്റെ വാതിലിന്റെ മുകളിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. പോരാ മുഹമ്മദുർ റസൂലുള്ളാഹ്, മറ്റൊരു പദം അവിടെ എഴുതി വെച്ചത് മുഹമ്മദുർ റസൂലുള്ളാഹ്, അല്ലാഹുവിന്റെ ഹബീബാണ്, റസൂലാണ് എന്ന പദമാ. ഇനിയോ റസൂലുള്ളാഹി തങ്ങൾ പറയുന്നു, അലിയുൻ ഹബീബുല്ലാഹ്. ആ സ്വർഗത്തിന്റെ വാതിലിൽ ഞാൻ നോക്കിയപ്പോ കണ്ടത് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു, അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടയാളാ എന്ന പദവും എഴുതി വെച്ചിട്ടുണ്ട്. അൽ ഹസൻ വൽ ഹുസൈൻ സഫവത്തുല്ലാഹ്, ആ സ്വർഗത്തിന്റെ വാതിലിന്റെ മുകളിൽ ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ പേരുണ്ട്. ഇനിയോ ബഹുമാനപ്പെട്ട നബി തങ്ങൾ പറയുന്നു, ഫാത്തിമ അമത്തുല്ലാഹ്,
ഇസ്റാഇ മിഅ്റാജിന്റെ യാത്രയിലോ സ്വർഗ്ഗലോകത്തേക്ക് കടന്നു ചൊല്ലുന്നതിന്റെ കടവാടത്തിന്റെ മുൻഭാഗത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ പേര് അല്ലാഹു തആല എഴുതി വെച്ചത് എങ്ങനെയെന്നറിയോ? ഫാത്തിമ അമത്തുല്ലാഹ്, അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അടിമ പെണ്ണ മഹദിയായ ഫാത്തിമത്തു സഹ്റ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ആ ഫാത്തിമയുടെ പേര് ഞാൻ അന്ന് ഇസ്റാ മിഅ്റാജിന്റെ യാത്ര നടത്തുമ്പോൾ സ്വർഗത്തിന്റെ കവാടത്തിന്റെ മുകളിൽ എഴുതി വെച്ചത് ഞാൻ കണ്ടുവന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ മുഅ്മിനീകളെ, ഫാത്തിമയുടെ പേര് കേൾക്കുമ്പോ തർബിയത്തിന് മടി കാണിക്കരുത്. കാരണം മഹാനായ ആദം നബി അലൈഹിസ്സലാമിന് തെറ്റുപറ്റിയപ്പോ, ചെറിയൊരു പാകപ്പിഴവ് പറ്റിയപ്പോ, ആ പാകപ്പിഴവിന്റെ പേരിൽ യജമാനനായ റബ്ബിനോട്, അല്ലാഹുവിനോട് സങ്കടം പറയാൻ മഹാനായ ആദം നബി അലൈഹിസ്സലാം തുനിഞ്ഞ സമയോ അല്ലാഹു തആല ചില വാചകങ്ങൾ പഠിപ്പിച്ചു കൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറയുന്നില്ലയോ? എന്നാൽ ആ ഖുർആനിന്റെ പദത്തിൽ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായ മുഫസ്സിറുകൾ പറയാ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങൾ ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, സഅൽതുൽ മുസ്തഫ അനിൽ കലിമാതില്ലതി തൽഖാഹാ. ആദം നബി അലൈഹിസ്സലാമിന്റെ ജീവിതത്തിന്റെ ഇടയിൽ ഏതോ ഒരു പിഴവ് പറ്റിയപ്പോ അല്ലാഹു തആല സ്വർഗ്ഗലോകത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ടില്ലയോ? ഭൂമി ലോകത്തേക്ക് പറഞ്ഞു വിട്ടില്ലയോ? അങ്ങനെ ചെയ്തു പോയ ആ ഒരു ചെറിയ പാതകത്തിന്റെ പേര്, ചെറിയൊരു പിഴവിന്റെ പേരിൽ അല്ലാഹുവിനോട് സങ്കടം പറയുമ്പോ അല്ലാഹു തആല ചില വചനങ്ങൾ ഇട്ടുകൊടുത്തു എന്ന് പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുവെങ്കിൽ, ഓ നബിയേ, അല്ലാഹുവിന്റെ ആ കലിമത്ത് ഏതാണ് എന്ന് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇബ്നു അബ്ബാസ് തങ്ങൾ ചോദിക്കുന്ന നേരം ആ പദം പറഞ്ഞപ്പോഴല്ലേ ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ സ്വീകരിച്ചത്? അല്ലാഹു തആല ആദം നബി അലൈഹിസ്സലാമിനെ സ്വീകരിച്ചത് എന്താണ് നബിയെ? അദ്ദേഹം പറഞ്ഞിരുന്ന കലിമത്തുകളല്ല. മഹാനായ ഇബ്നു അബ്ബാസ് തങ്ങള് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് ചോദിക്കുന്ന നേരം ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങളോട് പറഞ്ഞു കൊടുക്കുകയാ, മഹാനായ ആദം നബി അലൈഹിസ്സലാം പറഞ്ഞ പദമേതെന്നറിയോ? അതേ, സഅല ബിഹഖി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ, ഹബീബായ നബി തങ്ങളെ ഹഖ് കൊണ്ട് ഞാൻ നിന്നോട് ചോദിക്കുകയാ, നിന്നിലേക്ക് തൗബ ചെയ്യുകയാ. സഅല ബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ ഹഖ് കൊണ്ട് നിർത്തിയില്ല, ബിഹഖി ഫാത്തിമ, ഫാത്തിമയുടെ ഹഖ് കൊണ്ട് റബ്ബേ ഞാൻ നിന്നിലേക്ക് തൗബ ചെയ്യുകയാ. ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സ്വീകരിക്കാൻ അല്ലാഹു തആല ഇട്ടുകൊടുത്ത കലിമാത്തുകൾ വിശദീകരിക്കുമ്പോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹഖിനെ കുറിച്ച് ചോദിച്ചതുപോലെ, ഹഖ് കൊണ്ട് തൗബ ചോദിച്ചതുപോലെ, മഹദിയായ ഫാത്തിമയുടെ ഹഖ് കൊണ്ടും ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാം തവസ്സുൽ ചെയ്ത് ദുആയിരുന്നു. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് ചോദിച്ചപ്പോഴാ ആദം നബി അലൈഹിസ്സലാമിന് അല്ലാഹു തആല തൗബ സ്വീകരിച്ചതാ. അറിയോ നിങ്ങൾക്ക് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ്, മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ വീട്ടിൽ സംഘടിപ്പിച്ച സദ്യ കഴിഞ്ഞതിന് ശേഷം ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങൾ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ്,
ഞാൻ ഈ ദുനിയാവിൽ സ്നേഹിക്കുന്ന മൂന്ന് കാര്യങ്ങളുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 3 കാര്യങ്ങളേ ഉള്ളൂ നബിയേ എന്ന് പറഞ്ഞു മഹാനായ അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ എണ്ണി പറയുന്നതെന്താ? ഒന്നാമത്തത് ജുലൂസും ബൈന ലദൈക യാ റസൂലല്ലാഹ്, അങ്ങയുടെ സവിധത്തിൽ വന്നിരിക്കൽ എനിക്ക് വല്ലാത്ത താല്പര്യമുള്ള കാര്യമാ. വജംഉൽ മാലിൽ ഇൻഫാഖി അലൈക, അങ്ങ് പറയുന്ന ഇടങ്ങളിലേക്ക് ധനം ചെലവഴിക്കാൻ, നബിയെ ധനം ചെലവഴിക്കാൻ ഒരു ധനം സ്വരൂപിച്ചു വെക്കുക, ഇതും ഞാൻ ഇഷ്ടപ്പെടുന്ന രണ്ടാമത്തെ കാര്യമാ. മൂന്നാമത് ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത് വതബസ്സുലു ബിഖറാബതിക യാ റസൂലല്ലാഹ്, നിങ്ങൾ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളുകളെ മുൻനിർത്തി തവസ്സുല് ചെയ്യുക, മധ്യവർത്തികളായി അവരെ സ്വീകരിക്കുക, ഇതും ഞാൻ ഇഷ്ടപ്പെട്ട മൂന്നാമത്തെ കാര്യമാണ്. ഓ എന്റെ മുഅ്മിനേ, അഹ്ലു ബൈത്തിലൂടെ തവസ്സുല് ചെയ്ത് കാണിച്ചു തന്ന മഹാനായ അബൂബക്കറിന് സിദ്ദീഖ്, അല്ലാഹുവേ നിന്റെ മുഴുവൻ ഹബീബായ നബി തങ്ങളെ മുഴുവൻ കുടുംബത്തെയും ആദരിക്കുന്ന ഒരു മനസ്സുണ്ട് ഞങ്ങൾക്ക് റബ്ബേ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ ഈ മജ്ലിസിൽ ഒരുപാട് പ്രയാസങ്ങളുള്ളവരുണ്ട്, ഒരുപാട് ആഗ്രഹങ്ങളുള്ളവരുണ്ട്, പുറത്തു പറയാൻ പറ്റാത്ത പ്രശ്നങ്ങളുള്ളവരുണ്ട്. മഹാനായ നബി തങ്ങളുടെ കുടുംബത്തോടുള്ള ആദരവ് കാരണം കൊണ്ട്, അവരോടുള്ള സ്നേഹത്തെ മുൻനിർത്തി ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലാഹ്, ഞങ്ങളെ മനസ്സിനെ ശുദ്ധീകരിച്ചു തരണേ അല്ലാഹ്, ഞങ്ങളെ മനസ്സിന് നീ സന്തോഷം നൽകണേ അല്ലാഹ്. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ സാമീപ്യത്തിന് വേണ്ടി ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം പോലും തെരഞ്ഞെടുത്ത മഹദിയാണ് മഹദി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ ഹഖ് ബർക്കത്ത് കൊണ്ട് ചോദിച്ചത് കൊണ്ടാണ് ആദം നബി അലൈഹിസ്സലാമിന്റെ തൗബ അല്ലാഹു സ്വീകരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അറിയോ നിങ്ങൾക്ക് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് അല്ലാഹു തആല ഹൈദ് കൊടുത്തിട്ടുണ്ട്, നിഫാസും കൊടുത്തിട്ടുണ്ടെങ്കിലും ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിസ്കാരമൊന്നും നഷ്ടപ്പെട്ടു പോവാതിരിക്കാൻ വേണ്ടി 1 മണിക്കൂറിലേറെ മഹദിയായ ഫാത്തിമക്ക് മെൻസസ് നീണ്ടു നിൽക്കുകയില്ല എന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത് കാണാം. 1 മണിക്കൂറായി കഴിഞ്ഞ മണിക്കൂർ ഒന്നാവുമ്പോഴേക്ക് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ നിഫാസിൽ നിന്നും ഹൈലിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു തആല സംരക്ഷണം കൊടുത്തിരുന്നു. എന്തുകൊണ്ട് അല്ലാ തഫൂതഹാ സ്വലാത്ത്, മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സ്വലാത്ത് നഷ്ടപ്പെടാതിരിക്കാൻ, നിസ്കാരം നഷ്ടപ്പെടാതിരിക്കാൻ അല്ലാഹു തആല അത്രയും വലിയ കാവൽ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹക്ക് കൊടുത്തിരുന്നു. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി മഹദിയായ ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ എല്ലാവർക്കും പരിചയമുള്ള ഹദീസാണല്ലോ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് റസൂലുള്ളാഹി പറഞ്ഞുവല്ലോ, ഫാത്തിമ എന്റെ കരളിന്റെ കഷ്ടമാണെന്ന്. പോരാ ആ പദം പറഞ്ഞിട്ട് റസൂലുള്ളാഹി തങ്ങളെ പറഞ്ഞതെന്തെന്നറിയോ? ഫമൻ അദാഹാ ഫഖദ് അദാനി, ആരാണോ ഫാത്തിമയെ വേദനിപ്പിക്കുന്നത് അവരെ യഥാർത്ഥത്തിൽ ഫാത്തിമയല്ല വേദനിപ്പിക്കുന്നത് എന്നെയാണെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിമ വേദനിക്കുന്നത് ഹബീബിന് ഇഷ്ടമില്ലായിരുന്നു, ഹബീബിന്റെ മനസ്സ് പൊട്ടുമായിരുന്നു. ആയതുകൊണ്ട് തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളെ വിവാഹം ചെയ്തപ്പോ മറ്റൊരു പെണ്ണിനെ
പെണ്ണിനെയും കൂടെ സ്വന്തമാക്കിയാലെന്താ, അവളെയും തീറ്റ് പോറ്റിയാലെന്താ. രണ്ടാമത്തൊരു കല്യാണത്തിന് വേണ്ടി മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആലോചനയിടുകയാണ്. ഫാത്തിമയുടെ കൂടെ എനിക്ക് ഒരു ഭാര്യയും കൂടെ വേണോ എന്നൊരു ചിന്തയാ ബഹുമാനപ്പെട്ട അലിയുടെ മനസ്സിലുള്ളത്. അങ്ങനെ അബൂജഹലിന്റെ ഒരു മകളെ മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വിവാഹാലോചനക്ക് ചെല്ലുന്നു. അത് കല്യാണം കഴിക്കാനുള്ള തയ്യാറെടുപ്പുമായി അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഹബീബിന്റെ ചാരത്ത് വന്ന് വിഷയം പറയുമ്പോ, നബിയെ, ഒന്നിലേറെ ഭാര്യമാരെ കഴിക്കൽ ഇസ്ലാം അനുവദിക്കുന്നുവല്ലോ. അതുകൊണ്ട് ഫാത്തിമക്ക് പിന്നാലെ ഞാനൊരു വേറൊരു പെണ്ണിനെയും കൂടെ കണ്ടുവച്ചിട്ടുണ്ട്. അത് അബൂജഹലിന്റെ മകളാ. ഞാൻ കല്യാണം കഴിച്ചോട്ടെ നബിയേ എന്ന് ബഹുമാനപ്പെട്ട ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾക്ക് വിവരം കിട്ടിയപ്പോൾ രണ്ടിലേറെ വിവാഹം ഒരുപാട് സ്വഹാബികളെ കഴിച്ചിട്ട് റസൂലുള്ള എതിർത്ത് പറഞ്ഞിട്ടില്ല. 4 പെണ്ണ് വരെ കെട്ടാമെന്ന് ഇസ്ലാം പഠിപ്പിച്ചത് എപ്പോഴെന്നറിയോ? 4 പേരെയും ഒരുപോലെ കൊണ്ടു നടക്കാൻ കഴിയണോ, 4 പേരെയും ഒരുപോലെ സ്നേഹിക്കാൻ കഴിയണോ, 4 പേർക്കും ഒരുപോലെ ചിലവ് കൊടുക്കാൻ കഴിയണോ. ഇങ്ങനെ ആരോഗ്യവും സാമ്പത്തിക ശേഷിയുമുള്ളവന് ഒന്നിലേറെ വിവാഹം ചെയ്യാമെന്ന് പഠിപ്പിച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിമക്ക് പുറമേ രണ്ടാമത്തൊരു കല്യാണം കഴിക്കുമെന്ന വാർത്ത കേട്ടിയപ്പോ മഹാനായ അലിയിനോട് പറഞ്ഞു, യാ അലിയു ഇൻ കുന്ത തസവ്വജ്തഹാ, അബൂജഹലിന്റെ മകളെ നീ കല്യാണം കഴിക്കുമെന്നാണോ നിന്റെ നിശ്ചയമെങ്കിൽ ഫറുദ്ദ അലൈനാ ഇബ്നതനാ, നിനക്ക് ഞാൻ മുമ്പ് നിന്നിലേക്ക് ഏൽപ്പിച്ചു തന്ന എന്റെ പൊന്നുമോളില്ലയോ, ആ പൊന്നുമോളെ എനിക്ക് തിരിച്ചു തന്നോളൂ. അവളുണ്ടായിരിക്കെ ഒരു ഇസ്ലാമിന്റെ ശത്രുവിന്റെ മകളെ കല്യാണം കഴിക്കുന്നത് ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. എന്നിട്ട് നബി തങ്ങൾ പറഞ്ഞു, വല്ലാഹി ലാ തജ്തമിയ ബിന്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വ ബിന്തു അദുവില്ലാഹി തഅത റജുലിൻ, ഒരു പുരുഷന്റെ കീഴിൽ അല്ലാഹുവിന്റെ ശത്രുവിന്റെ മകളും അല്ലാഹുവിന്റെ പ്രവാചകന്റെ മകളോ ഒത്തൊരുമിക്കാൻ പാടുള്ളതല്ല. അല്ലാഹു തആലയുടെ പേര് വെച്ചുകൊണ്ട് സത്യം പറഞ്ഞ നബി മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്രയും സ്നേഹമായിരുന്നു മഹദി ഫാത്തിമയോട്. ഫാത്തിമ വിഷമിക്കുന്നത് റസൂലുള്ളാഹിക്ക് ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഹബീബായ നബി തങ്ങളോട് അലിയാകുന്ന മരുമകൻ വന്നുകൊണ്ട് പല സമയവും ചോദിക്കാറുണ്ട്, നബിയെ, ഫാത്തിമയോടാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം, അതോ എന്നോടാണോ? നബി തങ്ങളോട് ചോദിക്കുന്നു അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ, നബിയെ, നിങ്ങൾക്ക് എന്നോടാണോ സ്നേഹം കൂടുതൽ, അതോ ഫാത്തിമയോടാണോ? നമ്മളെ മക്കളോട് നമ്മൾ ചോദിക്കാറുണ്ട്, ചെറിയ കുഞ്ഞുമക്കളോട്. ചെറിയ മക്കൾ വളർന്നുകൊണ്ടിരിക്കുമ്പോ കുട്ടികൾ വർത്താനം പറഞ്ഞ് തുടങ്ങിയെന്ന് കണ്ട നമ്മൾ ചോദിച്ചു, മോനെ ആരെ കുട്ടിയാ? ഉപ്പ വന്ന് ചോദിക്കുമ്പോ കുട്ടി പറയും, ഞാൻ ഉപ്പാന്റെ കുട്ടി. ഉപ്പല്ലാത്ത സമയത്ത് ഉമ്മ വന്ന് ചോദിക്കാം, മോനെ നീ ആരെ കുട്ടി? ഞാൻ ഉമ്മച്ചിന്റെ കുട്ടി. അപ്പൊ ഉമ്മാന്റെ കുട്ടി. കുട്ടികൾ വലിയ വളവന്മാരാ. നമ്മളോട് പറയും ഉപ്പച്ചിന്റെ കുട്ടി. ഉമ്മയുടെ അടുക്കൽ പോയി പറഞ്ഞു ചോദിക്കുമ്പോ ഉമ്മാന്റെ കുട്ടി. ഉപ്പി ഉമ്മയും കൂടി കയറി ചോദിക്കുകയാണെങ്കിലോ ഉപ്പച്ചിന്റെ കുട്ടി ഉമ്മന്റെ കുട്ടി എന്ന് പറഞ്ഞാൽ രണ്ടും കൂടി ഒപ്പിച്ചു പോക്കല. അള്ളാഹു തആല നമ്മളെ മക്കൾക്ക് നല്ല സ്നേഹം കൊടുക്കട്ടെ. സ്നേഹം തിരിച്ചു കൊടുക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കും നൽകട്ടെ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മകളാകുന്ന ഫാത്തിമയടക്കം ഏതെല്ലാം മക്കളോട് അള്ളാഹുവിന്റെ ഹബീബ് എത്രമാത്രം സ്നേഹത്തോടുകൂടെയാ വർത്തിച്ചിരുന്നതെന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിച്ചില്ലെന്ന് പറയേണ്ടി വരും. ഇന്നേതാ കാലം മക്കളെ ഒന്നും പിടിച്ചോടുത്ത് കിട്ടുന്നില്ല. എത്ര പറഞ്ഞിട്ടും മോൻ കേൾക്കുന്നില്ല ഉസ്താദെ. പലർക്കും സങ്കട. മാതാപിതാക്കളെ വളർത്തി പഠിപ്പിച്ചു വലുതാക്കിയതിനു ശേഷം പൊന്നുമോക്ക് വേറെ ഏതോ ഒരു സുഹൃത്തിനേറ്റു സ്നേഹമായി, പിന്നെ ആ സ്നേഹിതന്റെ പിന്നാലെ ഒളിച്ചോട്ടമായി, മാതാപിതാക്കളെ കണ്ണീരൊഴിക്കലായി. കോടതി വരാന്തയിൽ പോയി കേസന്വേഷണം നടത്തി വരാന്തയിൽ ചെന്നുകൊണ്ട് ചർച്ച നടത്തുമ്പോ വക്കീലന്മാരും ജഡ്ജിമാരും ചോദിച്ചു, മോളെ നീ ആരെ കൂടെ പോകുന്നത്? ആ സമയത്ത് പൊന്നുമോള് പറയും, എനിക്ക് പുതിയ രാജേട്ടന്റെ കൂടെ പോയാ മതി, അല്ലെങ്കിൽ അബ്ദുറഹ്മാന്റെ കൂടെ പോയാ മതി, അല്ലെങ്കിൽ തോമസിന്റെ കൂടെ പോയാ മതി. എന്തുകൊണ്ടാ ഈ കാലമത്രയും വളർത്തിയ ഉമ്മായി ആ പൊന്നുമോള് മറന്നതാ, അല്ലെങ്കിൽ ഉപ്പായ ആ പൊന്നുമോ മറന്നതെന്നറിയോ? നമ്മുടെ മക്കളെ നമ്മൾ സ്നേഹിക്കാറില്ല. ആരും സ്നേഹിച്ച് നമ്മൾ പറഞ്ഞങ്ങനെ സ്നേഹമുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാന്നൊക്കെ. ഞാനല്ലേ ഓനെ വളർത്തിയത്, ഞാനല്ലേ ആ പൊന്നുമോളെ താലോലിച്ചത്, അവൾക്ക് വേണ്ടതെല്ലാം വാങ്ങിക്കൊടുത്തത് ഞാനല്ലേ. അതുകൊണ്ട് എനിക്ക് നല്ല സ്നേഹമായിരുന്നു. പക്ഷേ നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് കുട്ടികൾക്ക് ആലോചിക്കാനുള്ള ബുദ്ധി ഉണ്ടായിരുന്നില്ല. കുട്ടികളെ ബുദ്ധി മുളച്ചതിന് ശേഷം നമ്മൾ ആരും സ്നേഹിച്ചിട്ടില്ല. അതാണ് അതിന്റെ കറക്റ്റ് പോയിന്റ്. അങ്ങനെ നമ്മളെ കുട്ടികളെ നമ്മളെ സ്നേഹമില്ലാത്തവരായ കുട്ടികളെ നമ്മൾ സ്നേഹിച്ചിട്ട് ഏത് സമയം വരെ? ഒരു 5ാം ക്ലാസ് പഠിക്കണ വരെ സോപ്പിട്ട് കൊണ്ടു പൊന്നോനെ കുഞ്ഞോനെ നിനക്കെന്താ വേണ്ട ഒക്കെ വാങ്ങിക്കൊടുക്കും. ഈ കുട്ടികൾക്ക് ആലോചിക്കാനുള്ള ഒരു ബുദ്ധി മുളച്ചതിന് ശേഷം നമ്മൾ ആരും സ്നേഹിക്കാറില്ല. ചോദിക്കട്ടെ, കുഞ്ഞുമക്കളെ നമ്മൾ ചുംബിച്ചിട്ടുണ്ട്? പ്രായപൂർത്തിയായ പൊന്നുമോനെ ഏതെങ്കിലും ഒരു ഉപ്പ ചുംബിച്ചതായി തെളിയിക്കാൻ പറ്റുമോ? ആർക്ക് പറയാം? ഞാൻ എന്റെ മകന് 12 വയസ്സല്ലെങ്കിൽ 15 വയസ്സ് കുട്ടി ആലോചിക്കാൻ ബുദ്ധി മുളച്ചതിന് ശേഷം പഠനത്തിലൊക്കെ പുരോഗതി കിട്ടിയതിന് ശേഷം ഞാൻ ആ കുട്ടിയെ ചുംബിച്ചു എന്ന് പറയാൻ നമുക്കാർക്കും പറയാനില്ല. എല്ലാവരും കൈമലർത്തുന്നു. ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ആ സ്ഥാനത്തെ ഹബീബായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളോടുള്ള സ്നേഹം എത്രയായിരുന്നു. അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വന്നുകൊണ്ട് ഹബീബായ നബി തങ്ങളോട് ചോദിച്ചു, അയ്യുമാ അഹബ്ബു ഇലൈക അന അം ഫാത്തിമ? നബിയേ, ഞാനാണോ നിങ്ങളിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവന്, അതോ മഹദിയായ ഫാത്തിമയാണോ? ഫാത്തിമയോടാണോ നിങ്ങൾക്ക് കൂടുതൽ സ്നേഹോ, അതോ എന്നോടാണോ എന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല പറയുമ്പോ അലിയാരോട് റസൂലുള്ള കൊടുത്ത മറുപടി എന്താണ്? യാ അലിയോ ഫാത്തിമത്തു അഹബ്ബു ഇലയ്യ മിൻകാ. അലിയേ, ഫാത്തിമയാ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവള്, പക്ഷേ നീ മോശക്കാരനല്ല. വഅൻത അഅസ്സു അലയ്യ മിന്നീ, ഏറ്റവും പ്രാപ്തിയുള്ളയാള് നീയാണ്. ഏറ്റവും കൂടുതൽ ഇസ്സത്തുള്ള ആളില്ല, സ്നേഹം കൂടുതൽ ആരോട്? എന്താ നിങ്ങളിങ്ങനെ അന്തം വിട്ട്? മിഞ്ഞാന്ന് ഞാൻ വടകര വേദന, അപ്പോൾ ഒരു മൂല്യരിട്ട് വേദന. അപ്പൊ കുട്ടി ഏതൊരു ഷാളക്കെട്ട് കാണാൻ വന്നു. എന്നിട്ട് ഏതൊരു ജൂനിയർ വാക്കവിന്നും പറഞ്ഞു, പേരൊന്നും ഞാൻ പറയില്ല. ഓനിങ്ങനെ സദസ്സിലിരുന്ന് ചെറിയ കിളുന്ത് ചാന എന്തോന്ന് 2 ആയത്തും ഹദീസും പഠിച്ചപ്പോ പിന്നെ വലിയ പ്രഭാഷകനായി. ആ പഠിച്ചത് മാത്രവും പറയുള്ളൂ. ശരിക്ക് പ്രായപൂർത്തി എത്താത്ത കുട്ടികൾക്ക് ബാങ്ക് വരെ കൊടുക്കാൻ പാടില്ല ഫിഖിന്റെ മസ്അല. പിന്നെ ഉസ്താദ്മാര് പരീക്ഷ പോകുമ്പോ ബുദ്ധിമുട്ടുകൊണ്ട് ആക്കണ, അല്ലാതെ ചെറിയ പ്രായമുള്ള അമ്രതിനെ കൊണ്ട് ബാങ്ക് വിളിപ്പിക്കാൻ പാടില്ലെന്നാ. എന്തേ SSFന്റെ മക്കൾക്ക് ചെറിയ കുട്ടികളെ കൊണ്ട് വേദന പറ്റാത്തോണ്ട് അമ്മല്ല സാധനം ഒരുപാടുണ്ട് ഞങ്ങളെ. പക്ഷെ അതിന് പറ്റിയ ടൈം ആയിട്ടില്ല. എന്നിട്ട് ഈ കുട്ടി വന്ന് വയത് പറഞ്ഞു, പ്രായമുള്ള ഓന്റെ വല്യാപ്പാന്റെ വയസ്സുണ്ടാവും. അത്ര പ്രായമുള്ള കുട്ടി ഈറ്റങ്ങള് ഈ ചെങ്ങായി എന്തോ ഒരു സ്വലാത്തെല്ലാം പറഞ്ഞപ്പോ മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളുടെ പേര് പറഞ്ഞപ്പോ ആ മജ്ലിസിൽ നിന്ന് സ്വലാത്ത് കേട്ടില്ല. അപ്പൊ ഒരട്ടവും പറഞ്ഞു നോക്കി.
അപ്പൊ ചെറിയ കുട്ടികളല്ലേ, ഇതിന്റെ മനുഷ്യന്മാരെ ഉൾക്കൊള്ളാൻ തയ്യാറാണ്. ആൾക്കാരാ പഴയ ഇരുത്തുന്നത്. അതിൽ ഇപ്പം ലാസ്റ്റ് സദസ്സരോട് ചോദിച്ചു, നിങ്ങളെന്താ കഞ്ചാവ് അടിച്ച കോയിന്റെ മാതിരി ഇരിക്കണേ? അതോടുകൂടെ ഇരുന്ന ആൾക്കാരൊക്കെ നീച്ചു പോയി. ഞാൻ അങ്ങനെയൊന്നും പറയും, നിങ്ങളൊരു ഉഷാറില്ലാത്ത ഇരുത്തിരിക്കുമ്പോ ഞമ്മക്കൊണ്ടൊരു വിഷമം. അള്ളാഹുത്തെ നമുക്കൊക്കെ ഇജ്ജത്ത് നൽകട്ടെ, അള്ളാഹു ഹിമ്മത്ത് നൽകട്ടെ. ഞാൻ പിന്നെ ഞങ്ങളെ കഞ്ചാവ് അടിച്ച കോയിന്നോ തൂക്കം മുട്ട കോയി അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നമ്മളെ മാന്യതയ്ക്ക് യോജിച്ചതുമല്ല. നമ്മൾക്കൊരു സ്റ്റേജ് കിട്ടി, നമുക്കൊരു മൈക്ക് കിട്ടുമ്പോ പിന്നെ ശ്രോതാക്കളൊക്കെ ഒരു പൊട്ടന്മാര്, അങ്ങനെ കുറെ പ്രാസംഗം, അഹങ്കാരം വെളിവാക്കാനാ ചില പ്രസംഗം. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ വയല് കേൾക്കലായിരുന്നു. ഇപ്പൊ വയല് ദത്തബ്ദുള്ളജിങ്ങനെ ഇരിക്കണം കുട്ടികളുടെ. ഇപ്പൊ വയല് കേൾക്കലല്ല, ഇപ്പൊ വയല് കാണലാ. വയല് കാണി എത്ര ആൾക്കാരോട് വന്നു. ഓ പെണ്ണുങ്ങളെ ഏരിയ ഫുള്ള് കസേര. അവിടെ ആദ്യം നോക്ക, വയല് കാണലായിപ്പോ, വയല് കേൾക്കല് കുറഞ്ഞു പോയി. മക്കൾ നമ്മളെ ഇസ്സത്ത് സുന്നത്തിയമ്മത്തിന്റെ ഇസ്സത്ത് നിലനിർത്തി തെരുമാറാകട്ടെ. എന്റെ മുഅ്മിനീങ്ങളെ, ഞാൻ വിഷയം മാറ്റല്ല. നിങ്ങൾ ഉറക്ക സ്വലാത്ത് ചൊല്ലണം, ദുആയിരിക്കുമ്പോ ആമീൻ പറയണം. വയലിന്റെ ഏരിയയിൽ ഞാനിപ്പോ കാസർഗോഡ് വയലിന് നോക്കുന്നുണ്ട്, മംഗലാപുരം വയൽ നോക്കുന്നുണ്ട്. ഇന്നലെ ഞാൻ തന്നെയാണ് വയലിന് വരുന്നത്. അത് പല ആൾക്കാർക്കും അറിയില്ല. അപ്പൊ ഞാനും അത് സലീമും കൂടി നമ്മൾ അഡ്ജസ്റ്റ്മെന്റ്. അതിന് കമ്മീഷനെ കെട്ടിക്കണമെന്ന് ഓനോട് ചോദിച്ചാൽ എന്തിനായാലും. അത് നമ്മളെ ഉസ്താദ് നിർബന്ധിപ്പിച്ചപ്പോ അങ്ങനെ പോയതാണ് എന്നല്ലാതെ അവിടെ കൂടുതൽ ചിക്കിളി കിട്ടിയോണ്ട് പോയതാണ്. അവിടെ ചിലപ്പോ വണ്ടിക്കൂലി തന്നെ കിട്ടിയിട്ടുണ്ടാവില്ല. എന്താ അള്ളാഹു അല്ല, ഇന്ന് ഇവിടുത്തെ അവസ്ഥ എന്താ അതും അറിയില്ല. നമ്മളെ സേവനൊക്കെ അള്ളാഹിന്റെ പൊരുത്തത്തിലാക്കി തരട്ടെ. നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഫാത്തിമയെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് അലിയാരോട് പറയുന്ന, അലിയേ, ഫാത്തിമ എന്നിലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവളാ. അത്രത്തോളം ഇഷ്ടം നിങ്ങളോട് എനിക്കില്ല. പക്ഷേ വഅൻത അഅസ്സു അലയ്യ മിന്നീ, ഏറ്റവും മഹത്വമുള്ളയാള് നിങ്ങളാണ്, ഏറ്റവും ഇസ്സത്തുള്ളയാള് നിങ്ങളാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അലിയാരെ പറഞ്ഞ് സമാധാനിപ്പിക്കുമ്പോ, നിങ്ങൾക്കറിയോ, മഹാനായ നബി തങ്ങളും മഹദിമാരാകുന്ന ഭാര്യമാർക്കുമിടയിൽ വല്ല പ്രശ്നങ്ങളും ഉണ്ടാകുന്ന നേരോ ആ പ്രശ്നത്തിന്റെ പരിഹാരമായി അതേ റസൂലുള്ളാഹിന്റെ ഭാര്യമാര് കൊണ്ടുവരുന്ന മഹദിയാ മഹദി ഫാത്തിമ. ദാമ്പത്യ ജീവിതമാകുമ്പോ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടലും മുട്ടലൊക്കെ ഉണ്ടാവും, സ്വാഭാവിക. അത് റസൂലുള്ളാഹിന്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഒന്ന് പറയുമ്പോ രണ്ടാമത്തെ അടി റസൂലുള്ളാഹിന്റെ ജീവിതത്തിലല്ലേ. അതാണ് നമ്മളും മൂപ്പരും റസൂലും തമ്മിലുള്ള വ്യത്യാസം. അല്ലാഹു പിന്തുടരാൻ തൗഫീഖ് ചെയ്യട്ടെ. നമുക്ക് ഭക്ഷണത്തിൽ ഒരു മുടി കിട്ടിയാൽ മതി, അതോടുകൂടെ ഓൾക്ക് വർക്ക് പോകാം. ഇവിടെ ഉണ്ട മുടി കൊണ്ട് ചോറുണ്ടാക്കല്ല. ഞാൻ നാളെ ഇങ്ങനെ ഭക്ഷണം കഴിക്കണ നേരത്തെ ഒരു കറുത്ത മുടി, അപ്പൊ ഇതിങ്ങനെ പോക്കിയപ്പോ വറ്റ കണ്ട് മുടിമ കൂടെ ഇങ്ങനെ സർക്കസ് കളിച്ചമാര് ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ വരുന്നു. അപ്പൊ ഞാന് ഇങ്ങനെ കണ്ടപ്പോ എനിക്ക് ദേഷ്യം പിടിച്ചു. ഞാനോടോട് ചിന്ത എവിടുന്നാടി. അപ്പൊ ഓൽക്കുണ്ട്, ഈ പെണ്ണുങ്ങന്മാർക്കുണ്ട് രക്ഷപ്പെടാൻ പല മാർഗം. അപ്പൊ ഓറിഞ്ഞോട് പറഞ്ഞ്, നിങ്ങളൊന്നും മിണ്ടാണ്ടിരിക്ക, അത് എവിടുന്നെങ്കിലും പാറി വന്നതാക്കാരെന്നാണ്. എന്നാലും ഓളതാന്ന് ഓള് സമ്മതിക്കണം. വേറെ എവിടുന്നോ ബന്ധത എവിടുന്നാന്ന് ഓൾക്കറിയില്ല, വേറെ എവിടുന്നോ പാറി വന്നതാ. ഞാനായിക്കോട്ടെ. ഓരോന്ന് രണ്ടാഴ്ചയപ്പോ എന്റെ ഷർട്ടൊന്നും അലക്കാൻ ഞാൻ ഓളെ കൈക്കോട്ടെ. അപ്പൊ പോക്കറ്റിൽ നിന്ന് നീണ്ട വേറൊരു മുടി കിട്ടി. മനസ്സിലായ ഇത് കണ്ടപ്പോ ഓള് വന്നിങ്ങനെ പാമ്പിന്റെ മേലെ വടിന്റെ മേലുള്ള പാമ്പ് വരിങ്ങള് ഉറഞ്ഞു തുള്ള. ഞാൻ ചോദിച്ചു, എന്താണ് എവിടുന്ന ഈ മുടി എവിടെ നിങ്ങൾ കിട്ടിയ? ഓളാ വികാരപരമായിട്ടുള്ള വർത്താനം കേട്ടപ്പോ ഞാൻ പറഞ്ഞ, അന്ന് പാറി വന്നില്ലൊരു മുടി എന്ന മാതിരി പാറി വന്നതാക്കാരെന്ന്. അതും ഓള് സമ്മതിക്കണില്ല. ചോറ്റിന്ന് കിട്ടിയപ്പോ പാറി വന്നു, എന്റെ പോക്കറ്റിന്ന് കിട്ടിയപ്പോ പാറി വന്ന് കൊണ്ട് ഇട്ടമായിരി. അപ്പൊ അതാണ് പ്രശ്നങ്ങൾ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവും. എല്ലാം തികഞ്ഞൊരു ഭാര്യ കിട്ടണം എന്ന് ആരെങ്കിലും ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ ആ പണിയാണ് ഒഴിവാക്കണം. കല്യാണം കഴിക്കാക്കലാ നല്ലത്. എല്ലാം തികഞ്ഞൊരു ഭർത്താവിനെ എനിക്ക് കിട്ടണം എന്ന് ഏതെങ്കിലും പെൺകുട്ടികൾ ചിന്തിക്കട്ടെ, നിങ്ങൾ കന്യകയാകണം നല്ലത്. നിങ്ങൾ കല്യാണം കഴിക്കാൻ ആലോചിക്കേ വേണം. എല്ലാവർക്കും ഉണ്ടാവും പ്രശ്നം.
മഹദിയായ ഹബീബും മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെയും മഹദിയായ ആയിഷ ബീവിയുടെയും ഇടയിൽ വല്ല തർക്കവും ഉണ്ടാകുന്ന നേരം ആ തർക്കത്തിന്റെ പരിഹാരത്തിന് വേണ്ടി മധ്യവർത്തിയായി കൊണ്ടുവന്നിരുന്നത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയായിരുന്നു. ബഹുമാനപ്പെട്ട നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് തർക്കമുണ്ടാകുമ്പോ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹിനോട് പറഞ്ഞു, യാ റസൂലല്ലാഹ് സൽഹാ ഫഇന്നഹാ ലാ തക്ദിബൂ. നബിയെ, നിങ്ങളെ ഫാത്തിമയോട് ചോദിച്ചോളുക, ഫാത്തിമ കള്ളം പറയൂലല്ലോ. ഫാത്തിമ കള്ളം പറയുന്നത് ഇന്നേവരെ എന്റെ ജീവിതത്തിൽ കേട്ടില്ലല്ലോ. മാത്രമല്ല, വമാ റഅയ്തു അഹദൻ ഖത്തു അസ്തഖ മിൻ ഫാത്തിമ. ഓ എന്റെ ഉമ്മമാരെ, കേട്ടുവോ ഫാത്തിമയെ കുറിച്ച്? എളാമയായ ആയിഷ ബീവിയുടെ അഭിപ്രായമാണ്, ഫാത്തിമയോളം സത്യം പറയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. മാ റഅയ്തു അഹദൻ ഖത്തു അസ്തഖ മിൻ ഫാത്തിമ. ഫാത്തിമയോളം സത്യം പറയുന്ന ഒരു പെണ്ണിനെയും ഞാൻ കണ്ടിട്ടില്ല. അതുകൊണ്ട് നബിയേ, നമുക്കിടയിലുള്ള തർക്കം ഒത്തുതീർപ്പാക്കാൻ മഹദിയായ ഫാത്തിമയെ വിളിച്ചോളൂ, നമ്മുടെ പൊന്നുമോളെ വിളിച്ചോളൂ. മഹദിയായ ഫാത്തിമയിൽ നിന്ന് പഠിക്കാനുള്ള ഒരു പാഠമാണിത്. ജീവിതത്തിൽ അനാവശ്യമായി കള്ളം പറഞ്ഞുകൂടാ. സുബ്ഹാനല്ലാഹ്, ഇന്ന് കള്ളം പറയുന്നതിനോ പ്രചരിപ്പിക്കുന്നതിനോ ഒരു മടിയുമില്ലാത്ത കാലമല്ലയോ? കേൾക്കുന്ന വാക്കുകളൊന്നും വിശ്വസിക്കാൻ പറ്റാത്ത കാലമല്ലയോ? മെസ്സേജ് എങ്ങാനും വാട്സപ്പിൽ വന്നാൽ 10 തവണ ആലോചിച്ചിട്ടല്ലാതെ സെൻഡ് ചെയ്യാൻ പറ്റാത്ത കാലമല്ലയോ? ഏതെല്ലാം പൊള്ളത്തരങ്ങളാ പറഞ്ഞു വരത്തുന്നത്. മരിക്കാത്ത പലരെയും മരിപ്പിക്കുള്ളൂ, കാണുന്ന പലരെയും കണ്ടിടാതാവുന്നു. മരിക്കാത്ത ആൾക്കാരെ ഫോട്ടോ കൊടുത്ത് മരിച്ചു. 2 മാസം മുമ്പ് മാമുക്കായ മരിച്ചു തന്നെ കണ്ട ഒരു പോസ്റ്റർ. എത്ര ആൾക്കാർ പിറ്റേ ദിവസം മാമുക്കായ അന്തസ്സായിട്ട് പറഞ്ഞു, ഞാൻ മരിച്ചിട്ടില്ല, ഇപ്പൊ ഒരു പുതിയ സിനിമ അഭിനയിച്ചു കൊണ്ടിരിക്കുക. ഇനിയിപ്പൊ അതിന്റെ സേനത്തും ചോദിച്ച ആൾക്കാർ ഞാൻ വർത്തമാനം പറഞ്ഞത് ഇയാൾ അതും പോയി നോക്കല്ലോ എന്നൊക്കെ ചോദിക്കാണ്. ആ മാമുക്കോയ, മരിക്കാത്ത മാമുക്കോയനെ നമ്മൾ മരിപ്പിച്ചില്ലേ? അയാളൊരു സിനിമാ നടനായാൽ ഒരു മനുഷ്യനല്ലേ? മനുഷ്യന്റെ മനസ്സ് വേദനിക്കൂലേ? എന്തെല്ലാം കുലുമാലുകളാ വാട്സപ്പിലൂടെ. കള്ളം പറയാൻ ഒരു മടി. എങ്ങനെ പറയാതിരിക്കും? കുഞ്ഞുമക്കളെ കള്ളം പറഞ്ഞ് പഠിപ്പിക്കുന്നത് നമ്മുടെ ഉമ്മമാരും ഉപ്പമാരുമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് പറയാൻ നിവൃത്തിയില്ല. കുട്ടിക്ക് മദ്രസ പോകാൻ മടി, അല്ലെങ്കിൽ ഉമ്മാന്റെ കുടുംബത്തിന് പോയതാ, അല്ലെങ്കിൽ ഉപ്പാന്റെ കുടുംബത്തിൽ പോയതാ. മദ്രസ തുറന്നു കുട്ടി വന്നില്ല. അങ്ങനെ പിറ്റേ ദിവസം കുട്ടി പോകുമ്പോ കുട്ടിക്ക് പോകാൻ മടി, ഞാൻ പോണില്ല, ഉസ്താദ് തല്ലും. ഉസ്താദ് തല്ലൊന്നുമില്ല, തലവേദനയാണെന്നാണ് പറഞ്ഞാളാ. തലവേദനയാണെന്ന് ആണ് പറഞ്ഞാള. കുട്ടി പോയി, അസ്സലാമു അലൈക്കും. എന്തോനെ ഞാൻ ഇന്നലെ വരാൻ, ഇന്നലെ എനിക്ക് തലവേദന. അന്നാ സോദറുസ്താനെ പോയി കണ്ടു. സോദറുസ്താവാണെങ്കിൽ പിന്നെ എന്റെ മാരിയൊക്കെ നല്ല തടിച്ച് കണ്ടാ ഗൗരവമുള്ളൊരു മനുഷ്യന്റെ മാരിയൊക്കെ കുറച്ച് ബർക്കത്തുള്ളതേ സോദറായിട്ട് വരില്ലേ ഉള്ളൂ. ഇവിടെ ഇപ്പൊ എങ്ങനെ എനിക്കറിയാം. നിങ്ങളെ നമ്മളെ അരിമീങ്ങൾക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പൊ സോദറുസ്താനാണ് കണ്ടു കഴിഞ്ഞാൽ കുട്ടി ബേജാറാവും. കണ്ണുറ്റിട്ട് ഏടിയായിരുന്നു നടന്നേരെ തലവേദന. ആരാ പറഞ്ഞ പോയില്ലേ? കള്ളം പറഞ്ഞ പൊളിഞ്ഞില്ലേ? ഇത് നമ്മളെ കുട്ടിയൊക്കെ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെങ്ങനെയാ ഫാത്തിമ ബീവിന്റെ മാതിരി സത്യം പറയണ കുട്ടികൾ ഉണ്ടാവുക? ഫാത്തിമ ബീവിയെ വളർത്തിയത് സ്വാദിഖുൽ മസ്തൂഖ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളാ. അതുകൊണ്ടാ എളാമയായ ആയിഷ ബീവി പറയാ, ഫാത്തിമയോളം സത്യം പറയുന്ന ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല. കാരണം ആ ഫാത്തിമയെ വളർത്തിയത് ഹബീബ് മുഹമ്മദ് മുസ്തഫ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ
ഓ എന്റെ മുഅ്മിനുകളെ, ഞാൻ കൂടുതലൊന്നും വിശദീകരിക്കൂല. നമുക്ക് പെട്ടെന്ന് പിരിഞ്ഞു പോകണം. അല്ലാഹുവേ, ഞങ്ങളെ മജ്‌ലിസ് നീ സ്വീകരിക്കണം റഹ്മാനേ. ഓ എന്റെ ഉമ്മ, നമ്മളെന്തിനാ ഫാത്തിമയെ കുറിച്ച് അഴവറക്കുന്നതെന്നോ? ഓ എന്റെ രക്ഷിതാക്കളെ, എന്തിനാ ഫാത്തിമയെ കുറിച്ച് പറയുന്നതെന്നോ? ഫാത്തിമയിൽ പഠിക്കാൻ പലതും നമുക്കുണ്ട്. കള്ളം പറയാത്ത ശീലം ഫാത്തിമയിൽ നിന്നും നമ്മൾ പഠിക്കൽ നിർബന്ധമാ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ സൗന്ദര്യം വിവരിക്കുമ്പോ മഹാന്മാരായ ഇമാമിയങ്ങളെ രേഖപ്പെടുത്തുന്നത് കണ്ടോ? സ്വർഗലോകത്ത് വെച്ച് ആദം നബി അലൈഹിസ്സലാമിനെ അല്ലാഹു പടച്ചതിന് ശേഷം ആദം നബി അലൈഹിസ്സലാമിന്റെ വാരിയല്ലിലുള്ള മഹദിയായ ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയെ അല്ലാഹു പടച്ചപ്പോ ഹവ്വാ ബീവിയുടെ സൗന്ദര്യം കണ്ട ഉടനെ ആദം നബി അലൈഹിസ്സലാം ഹവ്വയോട് പറഞ്ഞു, യാ ഹവ്വാ, ഓ എന്റെ ഹവ്വാ, മാ അറാ അന്നല്ലാഹ ഖലഖ ഖൽഖൻ അഹ്സന മിൻകി വമിന്നി. എന്റെ സൗന്ദര്യം നീ കണ്ടില്ലയോ? നിന്റെ സൗന്ദര്യം നീ കണ്ടില്ലയോ? മാ അറാ അന്നല്ലാഹ ഖലഖ ഖൽഖൻ അഹ്സന മിൻകി വമിന്നി. എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരു ആണിനെയോ എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെയോ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടില്ല കേട്ടോ. ഇതാണ് എന്റെ അഭിപ്രായം. അത്രയും സൗന്ദര്യമുള്ള ഒരു പെണ്ണിനെ ഞാൻ കണ്ടിട്ടില്ല. എന്നേക്കാൾ സൗന്ദര്യമുള്ള ഒരു സൃഷ്ടിയെയോ എന്റെ കാഴ്ചയിൽ പെട്ടിട്ടില്ല എന്ന മഹാനായ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ഹവ്വാ ബീവി റളിയല്ലാഹു തആല അൻഹയോട് പറയുമ്പോ അല്ലാഹു തആല ജിബ്രീൽ അലൈഹിസ്സലാം അടുത്തേക്ക് വിളിച്ചിട്ട് ജിബ്രീലിനോട് പറയുന്നു, യാ ജിബ്രീൽ ഖുദ് ബിയദി ഹവ്വാ വ ആദമ. ജിബ്രീലേ, ആദം നബി അലൈഹിസ്സലാമിന്റെ കയ്യങ്ങ് പിടിച്ചോ, ഹവ്വാ ബീവിയുടെ കൈ പിടിച്ചോ, എന്നിട്ട് കൊണ്ടുപോകണം ഇലൽ ഫിർദൗസിൽ അഅ്ലാ. ജന്നത്തുൽ ഫിർദൗസിലേക്ക് നീ കൊണ്ടുപോകണം. എന്നിട്ടോ വഫ്തഹിലഹുമാ ഖസ്റൻ മിനൽ ഖുസൂരി. ആ ജന്നാത്തുൽ ഫിർദൗസിലുള്ള ഒരു കൊട്ടാരം നിങ്ങൾ തുറന്നു കൊടുക്കണേ. ആദം നബി അലൈഹിസ്സലാമിന്റെ കൈ പിടിച്ച് ഹവ്വാ ബീവിയുടെ കൈ പിടിച്ച് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ജന്നാത്തുൽ ഫിർദൗസിലുള്ള ഒരു കൊട്ടാരം പോയി തുറക്കാൻ പറയുമ്പോ, ഓ എന്റെ ഉമ്മ, നിങ്ങളെ കണ്ടോ? ആ കൊട്ടാരം ജിബ്രീൽ അലൈഹിസ്സലാം മലർക്കയങ്ങ് തുറക്കുമ്പോ അതിൽ ചുവന്ന മാണിക്കത്തിനാലുള്ള ഒരു കോട്ട തുറക്കുകയാണ്. അതിന്റെ അകത്തളങ്ങളിൽ കുങ്കുമത്തിന്റെ പൂന്തോപ്പ് കാണുന്നുണ്ട്. അതിനുള്ളിൽ ഗന്ധകത്തിന്റെ ഒരു കുബ്ബ കാണുന്നുണ്ട്. ആ ഗന്ധകത്തിന്റെ കുബ്ബയുള്ള കുബ്ബയുടെ അടുക്കൽ ചെന്നിട്ട് ആ കുബ്ബയുടെ പടിവാതിൽ തുറന്നു നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, സ്വർണത്തിനാൽ ഒരു പെണ്ണിന്റെ രൂപം ആ കുബ്ബക്കുള്ളിലുണ്ട്. എന്തോ ഒരു സൗന്ദര്യമുള്ള പെണ്ണാണെന്നറിയോ? സ്വർണം കൊണ്ട് പെണ്ണിന്റെ രൂപം അല്ലാഹു തആല കുബ്ബക്കുള്ളിൽ നിർമ്മിച്ചിട്ടുണ്ട്. ഇതങ്ങ് കണ്ട നേരോ ആദം നബി അലൈഹിസ്സലാം അത്ഭുതത്തോടുകൂടെ യജമാനനായ റബ്ബിനോട് ചോദിക്കുന്നു, മൻ ഹാദിഹി സൂറ. അല്ലാഹുവേ, ഈ രൂപം ആരുടെ രൂപമാണ്? എന്തോ ഒരു സൗന്ദര്യമുള്ള രൂപമാണ്. ഇത് ആരുടെ രൂപമാണെന്ന് ചോദിക്കുമ്പോ അല്ലാഹു തആല ആദമിനോട് പറഞ്ഞു, ഓ ആദമേ, ഫാത്തിമ ബിൻതു നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ രൂപം റസൂലുള്ളാഹിന്റെ പൊന്നുമോളുടെ രൂപമാ. സ്വർഗ്ഗലോകത്ത് കൊത്തിവെച്ച രൂപമാ. ഈ രൂപത്തിനാലാ നാളെ ലോകത്തേക്ക് പിറന്നു വീഴുന്നത്. ദുനിയാവിലുള്ള ജീവിതത്തില് ഫാത്തിമക്ക് കൊടുക്കാൻ വിചാരിച്ച സൗന്ദര്യമാണിത് എന്ന്
എന്ന് മഹാനായ ആദം നബി അലൈഹിസ്സലാമിനെ കാണിച്ചു കൊടുക്കുമ്പോഴാ ആദം നബി അലൈഹിസ്സലാം തോൽവി സമ്മതിക്കുള്ളത്. അത്രയും സൗന്ദര്യമുള്ള മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ. കാരണം റസൂലുള്ളാഹി തങ്ങളെ പെരുമാറ്റം എങ്ങനെയോ, റസൂലുള്ളാഹി തങ്ങളെ വാക്കുകൾ എങ്ങനെയോ, നബി തങ്ങളെ നടത്തം എങ്ങനെയോ, നബി തങ്ങളെ ശരീരത്തിന്റെ പ്രകൃതി എങ്ങനെയോ, ഈ പ്രകൃതിയെ പോലെ അള്ള പ്രകൃതി കൊടുത്ത പെണ്ണാണ് മഹദി ഫാത്തിമ. മഹദിയായ ഫാത്തിമത്തുസ് സഹ്റ റളിയല്ലാഹു തആല അൻഹയെ കുറിച്ച് ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുന്നു, മാ റഅയ്തു അഹദൻ അശ്ബഹ കലാമൻ വഹദീതൻ ബിറസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മിൻ ഫാത്തിമ. ഫാത്തിമയോളം റസൂലുള്ളാഹിന്റെ വാക്കിനോട് തുല്യമായ വാക്ക് പറയുന്ന, സംസാര ശൈലിയുള്ള, സൗന്ദര്യമുള്ള ഒരാളെയും ഞാൻ കണ്ടിട്ടില്ല എന്ന് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്. ഓ എന്റെ ഉമ്മമാരെ കേട്ടോ, നിങ്ങള് ആ മഹദി ഫാത്തിമ വീട്ടിലേക്ക് കടന്നു വന്നാൽ ഉപ്പ ഫാത്തിമയെ ബഹുമാനിക്കുമായിരുന്നു. ഫാത്തിമ വീട്ടിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനിക്കുമായിരുന്നു. റസൂലുള്ളാഹി തങ്ങളെ വീട്ടിലേക്ക് മഹദിയായ ഫാത്തിമയാണോ കടന്നു വരുന്നതെങ്കിൽ അല്ലാഹുവിന്റെ റസൂല് പൊന്നുമോക്ക് വേണ്ടി ബഹുമാനത്തോടുകൂടെ നിരീച്ച് നിൽക്കുകയാണ്. പോരാ ഫഖബ്ബലഹാ, ആ ഫാത്തിമക്ക് ചുടുചുംബനം കൊടുക്കുകയാണോ. അങ്ങനെയാ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്നേഹം പ്രകടിപ്പിച്ചത് ഞാനതാ മുമ്പ് ഓർമ്മപ്പെടുത്തിയത്. നമ്മുടെ മക്കളെ നാം സ്നേഹിക്കാറില്ല കേട്ടോ, നമ്മുടെ മക്കളെ നമ്മളെ സ്നേഹിച്ചിട്ടില്ല കേട്ടോ. അല്ലാഹുവിന്റെ ഹബീബ് ഫാത്തിമക്ക് ചുംബനം കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രായപൂർത്തിയാക്കിയ പൊന്നുമോള് ഏതെങ്കിലും ഒരു പരീക്ഷയിൽ വിജയിച്ചതിന്റെ പേരിൽ ഉപ്പ ആ പെണ്ണിന്റെ തലയിൽ നിങ്ങളൊരു ചുംബനം കൊടുത്തുവോ? നമ്മുടെ മകൻ വളർന്ന് പന്തരിച്ചപ്പോ അവൻ വലിയ പരീക്ഷകൾ പാസ്സായി വീട്ടിലേക്ക് വരുമ്പോ അവന് ഒരു സപ്പോർട്ട് എന്നോണോ അവന്റെ കൈയൊന്ന് പിടിച്ച് അവന്റെ തോളിലൊന്ന് തട്ടിയിട്ട് അവനെ സമാധാനിപ്പിക്കാൻ നമ്മളെ സമയം കണ്ടില്ലല്ലോ. അതുകൊണ്ടാ നമ്മുടെ മക്കളെ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത്. അല്ലാഹുവേ ഞങ്ങളെ നീ കാക്കണേ അല്ലാ. നിങ്ങൾക്കറിയോ, വലിയ മുതലാളിയായ യുഎഇയിലെ കച്ചവടക്കാരനാ. ആ കച്ചവടക്കാരനായ യുഎഇയിലെ മുതലാളിക്ക് 2 പെൺമക്കളുണ്ട്. ഒരു പൊന്നുമോളെ കെട്ടിച്ചു വിടാൻ 20 ലക്ഷം രൂപയോളം ചിലവായിട്ടുണ്ട്. പക്ഷേ രണ്ടാമത്തെ പൊന്നുമോള് സുന്ദരിയായാലോ കോഴിക്കോട് ജില്ലയിലെ ഈ പൊന്നുമോള് പഠിച്ചുകൊണ്ടിരിക്കുമ്പോ 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന നേരം ഉമ്മയുമായി ഷോപ്പിങ്ങിന് പോകുമ്പോ പൊന്നുമോളതാ നല്ല ഒരു മൊബൈൽ ഫോൺ കാണുകയാ. ഉമ്മയോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ആ ഫോണ് വേണോ. ആ സമയത്ത് ഉമ്മ ചില്ലറക്കാരിയല്ലോ, ഉമ്മ വലിയ ബുദ്ധിമതിയല്ലേ. പൊന്നുമോളോട് പറഞ്ഞ് SLC പരീക്ഷയില് പൂർണ്ണമായി A ഗ്രേഡോടുകൂടെ നീ ജയിക്കുകയാണെങ്കിൽ 50,000 രൂപ വില മതിക്കുന്ന ഫോൺ ഞാൻ നിനക്ക് വാങ്ങിത്തന്നോളാം. ഉമ്മ ബുദ്ധി ഉപയോഗിച്ചതാ. A ഗ്രേഡ് ഫുള്ള് വിഷയത്തിന് നീ A ഗ്രേഡ് വാങ്ങി വരികയാണെങ്കിൽ നിനക്ക് ഞാൻ ഈ ഐഫോൺ ഞാൻ വാങ്ങി 50,000 റുപ്യ വിഷയമല്ല. ഉപ്പാനോട് പറഞ്ഞു. പിന്നെ കുട്ടി പഠിക്കാൻ തുടങ്ങിയില്ലേ. കുട്ടി പഠിച്ചു, 10ാം ക്ലാസ് പാസ്സായി, A ഗ്രേഡോടുകൂടെ എല്ലാ വിഷയത്തിലും പാസ്സായി. ഉമ്മ കൊടുത്ത വാക്കല്ലയോ. ഉപ്പയോട് വിളിച്ചു പറഞ്ഞു, ഉപ്പയതാ വിദേശത്തിൽ നിന്ന് ആധുനിക സംവിധാനങ്ങളുള്ള നല്ല ഒരു മൊബൈൽ ഫോൺ വാങ്ങിക്കൊടുക്കുന്നു.
10 കഴിഞ്ഞ് +1 കഴിഞ്ഞ് +2 ശേഷം പിന്നെ ഈ പൊന്നുമോളെ കാണുന്നില്ലല്ലോ. അന്യമതക്കാരന്റെ പിന്നാലെ ഒളിച്ചോടി പോയിട്ടുണ്ട്. അങ്ങനെ എന്തെന്നറിയോ, ആ പെണ്ണ് സ്വന്തം ഉപ്പാക്ക് കൊടുത്തൊരു കത്തുണ്ട്. ആ കത്തിലുള്ള വാക്കെന്താണ്? ഉപ്പാ, വളരെ സന്തോഷമായിട്ടുണ്ട് എനിക്ക്, നിങ്ങളോട് നന്ദി പറഞ്ഞാ മതിയാകില്ലല്ലോ. എനിക്ക് ഇങ്ങനത്തെ ഒരു കാമുകനെ എനിക്ക് അവസരം ഒരുക്കി തന്നത് നിങ്ങളല്ലയോ. നിങ്ങളാ 50,000 ഫോണ് തന്നതോടുകൂടെ എനിക്ക് ഇവനുമായി ബന്ധപ്പെടാൻ അവസരം കിട്ടിയല്ലോ. നിങ്ങളെ ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കൂല കേട്ടോ. എന്നിട്ടോ അതിന്റെ ചുവടെ ആ പൊന്നുമോള് ഉപ്പാന് നെഞ്ചകത്തേക്ക് തറക്കുന്ന ഒരു വാക്കും എഴുതി വെച്ചു. നിങ്ങൾ എനിക്ക് 50,000 വാങ്ങി തന്നാലും നിങ്ങൾക്ക് നഷ്ടമാവൂല, നിങ്ങൾക്ക് ഞാൻ 25 ലക്ഷം ലാഭം തന്നിട്ടാ പോകുന്നത് എന്നും ഈ പെണ്ണടാ ഉപ്പായോട് കത്തിൽ എഴുതി വെച്ചിട്ട് പോവുകയാണ്, മെസ്സേജ് ചെയ്ത് കൊടുക്കുകയാണ്. എന്തേ പറഞ്ഞതിന്റെ കാരണമെന്നറിയോ? ആ പൊന്നുമോൾ എഴുതി ചേർക്കുന്നുണ്ട്, എന്റെ ഇത്താത്തയെ കല്യാണം കഴിക്കാൻ നിങ്ങൾക്ക് 20 ലക്ഷമായില്ലയോ, എന്നാ ആ 20 ലക്ഷം നിങ്ങൾക്ക് ലാഭമാണ്. 50,000 പോയാലെന്താ? സ്നേഹമെന്ന് പറഞ്ഞാൽ അവര് പറയുന്നതെല്ലാം വാങ്ങിക്കൊടുക്കലല്ല, മക്കള് ചോദിക്കുമ്പോഴേക്ക് വാങ്ങിക്കൊടുക്കലല്ല സ്നേഹം. നമ്മളെ മക്കളെ സ്നേഹിക്കുന്നില്ല, മക്കളെ നമ്മൾ ഇഷ്ടപ്പെടാറാണ് ചെയ്യുന്നത്. ഇഷ്ടമൊന്നു വേറെ, സ്നേഹമൊന്നു വേറെ. ഇഷ്ടമൊന്നു വേറെ, സ്നേഹമൊന്നു വേറെ. ഇഷ്ടത്തിന് ചില കാരണങ്ങളുണ്ടാകും. ഞാൻ എന്റെ ഉമ്മയെ ഇഷ്ടപ്പെടുന്നത് എന്റെ ഉമ്മ സൗന്ദര്യവതിയായതുകൊണ്ടല്ല, എന്റെ ഉമ്മ വല്ലാതെ സ്നേഹിക്കുന്നത് കൊണ്ടുമല്ല. എന്റെ ഉമ്മയെ ഞാൻ സ്നേഹിക്കുന്നത് എന്റെ ഉമ്മയായതുകൊണ്ടാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാക്കൾക്ക് നീ ദീർഘായുസ് നൽകണേ അല്ലാ. സാന്ദർഭികമായി ഞാൻ എന്റെ ചെറുപ്പക്കാരോട് പറയട്ടെ, നമ്മളെത്ര വലിയ ഉയർന്ന ഉദ്യോഗസ്ഥന്മാരായാലോ, എത്ര പഠിച്ചു വളർന്നവരായാലോ, നമ്മളെ വളർത്തിയ ഉമ്മാനെ മറന്നു പോകല്ല, ഉപ്പാനെ ധിക്കരിച്ചു പോകല്ല. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ജീവിതകാലത്ത് മാതാപിതാക്കളോട് അറിയാതെ വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പാക്കണേ അല്ലാ. لأمك حق لو علمت كثير وكثيرك يا هذا عليك يسير وكم ليلة باتت لثقلك تشتقي لها من جواها أنة وزفير. അതേ മഹാന്മാരായ ആലിമീങ്ങൾ പറയുകയാണ്, നിന്റെ ഉമ്മയോടുള്ള കടപ്പാട് പറഞ്ഞാ തീരൂല്ല, വരച്ച് കാണിച്ചു കൊടുക്കാൻ കഴിയൂല, എഴുതി ചേർക്കാനും കഴിയൂല. ഉമ്മയോടുള്ള കടപ്പാട് പഠിച്ചാൽ കുറേയുണ്ടെങ്കിൽ പക്ഷേ ഉമ്മായിലേക്ക് അത് ചെയ്തു കൊടുക്കുമ്പോ നിന്നിലേക്ക് ചെയ്ത അനുഗ്രഹത്തിന്റെ പകരമായി നീ ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അത് വളരെ തുച്ഛമാണ് കേട്ടോ. എന്നിട്ടെന്താ മഹാന്മാര് പറയുന്നത്, നിനക്കാ വേദനയുള്ളത്, നിന്റെ കാല പഴുത്തിട്ടുള്ളത്, നിനക്കാ പനി പിടിച്ചിട്ടുള്ളത്, നീയാ ഛർദിക്കുന്നത്, നിനക്കാ രോഗം പിടിച്ചിട്ടുള്ളത്. എന്നാ
രോഗിയായ നീ ഇവിടെ കിടക്കുന്ന നേരോ അർദ്ധരാത്രിയായാലോ നമ്മുടെ ഉപ്പ കിടന്നുറങ്ങിയാലോ നമ്മുടെ ഭാര്യക്ക് ഉറക്കം തൂങ്ങിയാലോ നമ്മുടെ മക്കൾ കൂർക്കം വലിച്ച് കിടന്നുറങ്ങിയാലോ അവിടെ ഉറക്കൊഴിവാക്കാൻ ഒരു ജീവിയുണ്ട് കേട്ടോ. അത് നമ്മുടെ ഉമ്മ മാത്രമാണ്. വകല്ലൈലതിൻ ബാതത് ഇസ്ഖലീക തഷ്തഖീ ലഹാ മിൻ ജിവാഹാ നതു വസഫീറു. അവിടെ കണ്ണീരൊഴുക്കി ഉമ്മ കാത്തിരിക്കുന്നത് എന്തിനെന്നറിയോ? എന്റെ മോനെങ്ങനെയാ ഉറങ്ങാതെ ഞാൻ ഉറങ്ങുക? എന്റെ മോന് വേദനിക്കുമ്പോ എനിക്കെങ്ങനെ ഉറക്ക് വരാനാ? ഇത് ആലോചിച്ചുകൊണ്ട് ഉറക്കൊഴിവാക്കുന്ന ഒരു ഉമ്മയുണ്ട്. പോരാ പോരാ പക്കമോസലത്തെ അൻകൽ അദാബിയമീനിഹാ വമാഹിജുറുഹാ ഇല്ലാ ലദൈക സരീറു. നീ മൂത്രിച്ച മൂത്രം കഴുകുന്നത് ഏത് കൈ കൊണ്ടാ? നീ ബാത്റൂമിൽ പോയാ കഴുകാൻ ഉപയോഗിക്കുന്ന കയ്യേതാ? എന്നാൽ നമ്മൾ സ്വന്തം ശരീരത്തിൽ പോലും ചെയ്യാത്ത അതേ മാലിന്യം കഴുകാൻ ഇടത് കൈ ഉപയോഗിക്കുന്നതിന് പകരം അതേ മഹാന്മാരായ സ്വാലിഹീങ്ങൾ പറയാ ചിന്തിക്കാൻ വേണ്ടി വകമോസലത്തെ അനകൽ അദാബിയമീനിഹാ. നമ്മളല്ല ഇടം കയ്യ് ഗുഹ്യസ്ഥാനം കഴുകാൻ വേണ്ടി ഉപയോഗിക്കുന്ന നേരവും നമ്മുടെ ഗുഹ്യം കഴുകാൻ വലത് കൈ ഉപയോഗിച്ചതാരാ? ഒരാള് മാത്രമേ ഉള്ളൂ. അത് നമ്മുടെ ഉമ്മമാരാണ്. നമ്മുടെ ഉമ്മമാർ അത്രയും സ്നേഹത്തോടുകൂടെ നമ്മോട് വർദ്ധിച്ചവരാണ്. ഇനിയോ വകം മറതൻ ജാഅത് വഅഅതുക ഖൂതഹാ ഇനാന വഇശ്ഫാകൻ വഅൻത സഗീറു. ഇപ്പോഴല്ലേ നമുക്ക് സൗകര്യങ്ങൾ കൂടിയത്, ഇപ്പോഴല്ലേ നമ്മൾ ധനികന്മാരായത്. ഇതിനു മുമ്പ് നമുക്കൊരു കാലമുണ്ടായിരുന്നു, അവിടെ നമ്മുടെ വീട്ടിൽ പട്ടിണിയായിരുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും വകയില്ലാതെ വെറും വയറ്റിൽ കിടന്നുറങ്ങുന്ന ഒരു കാലോ. സുബ്ഹാനല്ലാഹ്, 1, 2, 3 ദിവസം പട്ടിണി കിടന്ന നമുക്ക് ഓ എന്റെ പൊന്നുമോനെ ഭക്ഷണം കിട്ടിയാൽ ആർത്തിയോടുകൂടെ നമ്മൾ തിന്നുന്നൊരു കാലമുണ്ട്. അങ്ങനെ തിന്നതിന്റെ മുകളിൽ വീണ്ടും തിന്നണമെന്ന് ആഗ്രഹിച്ച് അടുക്കളയിൽ വല്ലതുമുണ്ടോ എന്ന് നമ്മൾ ആവശ്യപ്പെടുമ്പോ നമ്മുടെ ഉമ്മ നമ്മോട് കള്ളം പറഞ്ഞത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഇല്ല മോനെ, എനിക്ക് വിശപ്പില്ല, നീ ഭക്ഷണം കഴിച്ചോ, എന്റെ വിശപ്പ് അടങ്ങിയിട്ടുണ്ട്, നീ കാണാതെ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുണ്ട്. വകം മറതൻ ജാഅത് വഅഅതക ഖൂതഹാ ഇനാന വഇശ്ഫാകൻ വഅൻത സഗീറു. ആ ഉമ്മ നമുക്ക് വേണ്ടി പട്ടിണി കിടന്നവരാ. ഉപ്പാക്ക് സുഖമില്ലാത്ത കാലോ, ഉപ്പാക്ക് അധ്വാനിക്കാൻ പറ്റാത്ത കാലോ. എനിക്കറിയാം, എന്റെ മാതാവ് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ട് അങ്ങ് മലയിലേക്ക് വിറക് പൊറുക്കാൻ പോയി. വൈകുന്നേരം വരെ അധ്വാനിച്ച് കിട്ടുന്ന കാശുമായി ഒരു ചില്ലിക്കാശ് പോലും എടുത്തു വെക്കാതെ ഞങ്ങളുടെ വീട്ടിലേക്ക് ഭക്ഷണ സാധനങ്ങൾ കൊണ്ടുവന്നൊരു കാലമുണ്ടായിരുന്നു. റബ്ബേ, സാധുവായി എന്റെ ഉപ്പ മരണപ്പെട്ടു പോയി 3 മാസം കഴിഞ്ഞു. ഞങ്ങളെ ഉപ്പാന്റെ ഖബറിനെ സ്വർഗത്തിലാക്കണേ അല്ലാ. ഇനി എനിക്കൊരൊറ്റ ചിറകേ ബാക്കിയുള്ളൂ. ഇടഭാഗത്തുള്ള ചിറകച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇനി ഞങ്ങൾക്കൊരു വലഭാഗത്തുള്ള ചിറകേയുള്ളൂ. അത് ഞങ്ങളെ ഉമ്മയാ. ആര് ഞങ്ങളെ തള്ളി പറഞ്ഞാലോ, ആര് ഞങ്ങളെ കുറ്റപ്പെടുത്തിയാലോ, ആര് ഞങ്ങളോട് പിണങ്ങി നിന്നാലോ ഞങ്ങളെ ഉമ്മ ഞങ്ങളോട് പിണങ്ങാറില്ല, ഞങ്ങളെ കുറ്റപ്പെടുത്താറില്ല, ഞങ്ങളെ വെറുക്കാറില്ല. റഹ്മാനായ റബ്ബേ,
അറിയാതെ ഞങ്ങളെ ജീവിതത്തിൽ വല്ലതും ഉമ്മയോടോ ഉപ്പയോടോ അപമര്യാദയായി വല്ലതും പെരുമാറിയിട്ടുണ്ടെങ്കിൽ റബ്ബേ ഞങ്ങളെ നീ അതിന്റെ പേരിൽ പരീക്ഷിക്കല്ലേ റഹ്മാനെ, ഞങ്ങളെ വിഷമിപ്പിക്കല്ലേ റഹ്മാനെ. അവരെ പൂർണ്ണ പൊരുത്തത്തോടുകൂടെയല്ലാതെ ഞങ്ങളെ നീ മരിപ്പിക്കല്ല അല്ലാഹ്. ഓ എന്റെ പൊന്നുമോനെ, നമ്മളെങ്ങനെയാ അപകടത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നറിയോ? നമ്മളെങ്ങനെയാ വേണ്ടാത്ത രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതെന്നറിയോ? അത് നമ്മുടെ ഉമ്മായുടെ ദുആ മാത്രമാണ് എന്നല്ലാതെ നമ്മുടെ പവറല്ല കേട്ടോ. ചില ആളുകൾക്ക് വിദ്യാഭ്യാസം കൂടിയപ്പോ വാർദ്ധക്യമെത്തിയ ഉമ്മായെ കണ്ടൂടാ. ഓം വലിയ പ്രഭാഷകനായപ്പോ പിന്നെ ഉമ്മാനെ തിരിഞ്ഞു നോക്കാൻ സമയമില്ല, ഉമ്മയോട് മിണ്ടാൻ അവന് സമയമില്ല. ജീവിതത്തിലൊരു പെണ്ണ് കയറി വന്നപ്പോ അവളെ തലയണ മന്ത്രം കേട്ടതിന്റെ പേരില് സുബ്ഹാനല്ലാഹ്, നിങ്ങൾക്കറിയോ തൃശ്ശൂർ ജില്ലയിലെ ഒരു പാവപ്പെട്ട കുടുംബത്തില് പിറന്നു വീണ പൊന്നുമോന് വിദേശത്ത് പോയി വലിയ മുതലാളിയായി. അവന്റെ മുതലിന്റെ കാരണം അവന്റെ ഭാര്യയുടെ പണം തന്നെയാണ്. പക്ഷേ ഇവന് വലിയൊരു വീട് നിർമ്മിച്ചു. അതിൽ ഉമ്മായെയും കൊണ്ട് അവിടെ താമസിക്കുന്ന നേരോ സുബ്ഹാനല്ലാഹ്, വിദേശത്ത് പോയ പൊന്നുമോന് തിരിച്ച നാട്ടിലേക്ക് എത്തിയപ്പോ ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടു. നിങ്ങളെ ഉമ്മയെ കൊണ്ടുള്ള ശല്യം തീരുന്നില്ല, ഇങ്ങനെയെങ്കിലും ഞാൻ ഇവിടെ നിന്ന് പോവുകയാണ്, നിങ്ങളെ കൂടെ ഞാൻ താമസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയുടെ തലയണ മന്ത്രം കേട്ടപ്പോ വീടിന്റെ വരാന്തയിൽ ഇരുന്നു കൊണ്ട് തലചീകുന്ന ഉമ്മ, വാർദ്ധക്യമെത്തിയ ഉമ്മ, ആ ഉമ്മാന്റെ അടിവയറ്റത്തൊരു ചവിട്ടു കൊടുത്തു. ആ ഉമ്മയതാ മുറ്റത്തേക്ക് തെറിച്ച് വീഴുകയാണ്. മോനെ, എന്നെ ചവിട്ടല്ലടാ, എന്നെ വേദനിപ്പിക്കല്ലടാ, എന്നെ സങ്കടപ്പെടുത്തല്ലടാ, നിന്നെ നൊന്തു പ്രസവിച്ചത് ഞാനല്ലടാ, നിനക്ക് ഭക്ഷണം വിളമ്പിയത് ഞാനല്ലടാ. കാല് പിടിക്കും പ്രകാരം ഉമ്മ പറയുമ്പോ വീണ്ടും ഈ വാക്കിലേക്കൊന്നും ശ്രദ്ധ കൊടുക്കാതെ ഉമ്മായ ചവിട്ട രണ്ടാമത് കാല് വെക്കുന്ന നേരോ ഈ ചെറുപ്പക്കാരൻ തെന്നി വീഴുന്ന നേരോ നിങ്ങൾക്കറിയോ, വീണ് കിടക്കുന്ന ഉമ്മ ഓടിച്ചെന്നുകൊണ്ട് ആ മകനോട് പറയുന്നു, വീണാൽ അപകടം പറ്റിയാൽ എന്റെ മോന്റെ കാല് മുറിഞ്ഞാൽ അത് എനിക്ക് സഹിക്കൂലടാ എന്ന് പറഞ്ഞ പൊന്നുമോനെ സമാധാനിപ്പിച്ച ഉമ്മ. ആ ഉമ്മയെ പോലെയാ നമ്മുടെയൊക്കെ ഉമ്മയുള്ളത്. അതുകൊണ്ട് തന്നെ ഉമ്മായെ വെറുക്കരുത്, ഉമ്മായെ വേദനിപ്പിക്കരുത്, ഉമ്മായെ സങ്കടപ്പെടുത്തരുത്. ഉമ്മ പറഞ്ഞാൽ അതുപോലെ ചെയ്തോളണോ. ഉമ്മാക്കിഷ്ടം നീ പഠിക്കലാണെങ്കിൽ നീ പഠിച്ചോളണോ. ഉമ്മാക്കിഷ്ടം നല്ല കാര്യങ്ങളുമായി ബന്ധപ്പെടലാണെങ്കിൽ നീ അത് ബന്ധപ്പെട്ടോളണോ. പക്ഷേ വിവരമില്ലാത്ത കാര്യമാണോ നിന്നോട് മാതാവ് പറയുന്നതെങ്കിൽ അതാ ഉമ്മായെ പറഞ്ഞു മനസ്സിലാക്കുക എന്നല്ലാതെ അവിടെയും തെറ്റാൻ നിവർത്തിയില്ല കേട്ടോ, വേദനിപ്പിക്കാൻ നിവർത്തിയില്ല കേട്ടോ. لأمك قل لو علمت كثير وكثيرك يا هذا عليك يسير. നിനക്കുള്ള നൊമ്പരം കണ്ടാൽ വേദനിക്കുന്നവരവരാ, നിനക്കുള്ള രോദനമാൽ അവർ വിഴുങ്ങുന്നതോ. കരയാത്ത കണ്ണും കര കവിഞ്ഞൊഴുകുന്നതോ. നീ രോഗിയായാൽ നൊമ്പരം അവർക്കുള്ളതാ. കൈത്തെണ്ടയിട്ടവരോട്ടു താരാട്ടുന്നതോ. നിനക്കുള്ള പുഞ്ചിരി കണ്ടവർ രസിക്കുന്നതാ. ഒലിക്കുന്ന ചുണ്ടിൽ തന്നവർ മുത്തുന്നതോ. നിന്റെ
മാലിന്യം കയ്യിലായാൽ അവർ വെറുക്കാറില്ല. നിന്റെ തുപ്പ് നീര് മുഖത്തായാൽ അവർക്ക് വെറുപ്പ് വരൂല്ല. നീ എങ്ങാനും ചെറിയ പ്രായത്തിൽ നിന്നെ ചുംബിക്കുമ്പോ നിന്റെ മൂക്കളയിൽ നിന്ന് വല്ലതും പുറത്തേക്ക് വന്നത് നിന്റെ ഉമ്മായുടെ മുഖത്തായാൽ അത് നമ്മുടെ ഉമ്മ തുടക്കാറില്ല കേട്ടോ. ആ സ്ഥാനത്ത് നമ്മളെ മക്കൾ അങ്ങനെയല്ല, നമ്മുടെ ഭാര്യമാരങ്ങനെയല്ല. വൃത്തികെട്ടത് വല്ലതും നമ്മുടെ ശരീരത്തിൽ അവരെ ശരീരത്തിലായാൽ അത് 7 പ്രാവശ്യം കഴുകാൻ അവരെ മനസ്സ് കാണിക്കുമെങ്കിൽ നമ്മുടെ മാതാവ് അങ്ങനെയല്ല. പോരാ എന്നും കാണുന്ന പൊന്നുമോന് ഒരു ദിവസം കാണാതായാൽ എത്ര വേദനിക്കുന്നുണ്ട് നമ്മുടെ ഉമ്മമാരെന്നറിയോ? ചില ചെറുപ്പക്കാര് ടൂറിന് പോകുമ്പോ ഒന്ന് പറയുന്നില്ലല്ലോ, ദൂരേക്ക് പോകുമ്പോൾ ഒന്ന് പറയാറില്ലല്ലോ. സുബ്ഹാനല്ലാഹ്, എന്റെ ഡ്രൈവർ പല സമയങ്ങളിലായി യാത്രക്ക് പോകുമ്പോ വീട്ടിൽ നിന്ന് പറയാതെ പോയാൽ ഉടനെ ആ ഉമ്മ വിളിക്കുകയാണ്, നിങ്ങളെ കൂടെ അവനുണ്ടോ? അവൻ എന്നോടൊന്ന് മിണ്ടാണ്ട പോയതാണ്, നിങ്ങളൊന്ന് പറഞ്ഞു മനസ്സിലാക്കണോ. എന്തേ സാധാരണ വരുന്ന നീയെ ആ സമയത്ത് കാണാതെയായാ നിന്റെ ഉമ്മാന്റെ മനസ്സുകൊട്ടുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് 9 മണിയായ സാധാരണ വരുന്ന പൊന്നുമോനാണെങ്കിൽ ആ സമയത്ത് തന്നെ വീട്ടിലേക്ക് കടന്നു വന്നോളണോ. നിന്നെ കാത്തിരിക്കുന്ന ഉമ്മ പട്ടിണി കിടന്നിട്ടാ കാത്തി കിടക്കുന്നത്. എന്നിട്ട് നിന്റെ കൂട്ടുകാരന്റെ കൂടെ പോയി ഹോട്ടലിലുള്ള സുഭിക്ഷ ഭക്ഷണം കഴിക്കുമ്പോയോ നീ വല്ലതും കഴിച്ചിട്ടുണ്ടാകുമോ? എന്റെ മോന് വല്ലതും കിട്ടുമോ എന്ന് നൊമ്പരപ്പെടുന്ന മാതാവിനെ നമ്മൾ മറന്നു പോകരുത്. ഇത് ഞാൻ സാന്ദർഭികമായി ഒന്ന് ഉണർത്തിയെന്ന് മാത്രം. ഓ എന്റെ ഉമ്മമാരെ, നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറേണ്ടത് എത്ര ദേഷ്യം പിടിച്ചാലും പെട്ടെന്ന് പൊരുത്തപ്പെട്ടു കൊടുത്തോളോ. മക്കൾക്കെതിരെ പിരാക്കം നടത്തരുത്, ശാപത്തിന്റെ വാക്ക് പറയരുത്, അവർക്കെതിരെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തരുത്. കാരണം നിങ്ങളെ ദുആ അല്ലാഹ് തട്ടുകയില്ല എന്നൊരു ബോധവും നിങ്ങൾക്ക് വേണോ. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതം സംശുദ്ധമാക്കണേ അല്ലാഹ്. നീ തൃപ്തിപ്പെട്ട ജീവിതമാക്കണം റഹ്മാനെ. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹാ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുമ്പിലേക്ക് വരുമ്പോ ഇദാ ദഖലത് ഖാമ, ഫാത്തിമ അങ്ങ് കടന്ന റസൂലുള്ളാഹി തങ്ങൾ എണീക്കുകയാണ്. പ്രായപൂർത്തിയെത്തിയ ഫാത്തിമയെ ഫഖബ്ബലഹാ, നബി തങ്ങൾ ചുടുചുംബനം കൊടുത്ത് പൊതിയുകയാണ്. എന്നാലോ വറഹബ ബിഹാ, ആ ഫാത്തിമയ്ക്ക് വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്. ഫാത്തിമയുടെ കൈപിടിച്ചുകൊണ്ട് റസൂലുള്ള പിടിച്ചിരുത്തുകയാ. അതേ മകളായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോ വഅഖദ ബിയദിഹാ വഅജ്ലഹാ വഅജ്ലസഹാ ഫീ മജ്ലിസി, നബി തങ്ങൾ ഇരിക്കുന്ന ഇരിപ്പിടത്തിൽ ഇരുത്തുള്ളൂ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഫാത്തിമയെ പറഞ്ഞാ ഞാനങ്ങ് തളരുകയെന്നല്ലാതെ, നിങ്ങളങ്ങ് കേട്ടുകയെന്നല്ലാതെ, നിങ്ങളെ കേട്ടങ്ങ് തളരുകയെന്നല്ലാതെ പറഞ്ഞു തീർക്കാൻ നമ്മളെ കൊണ്ട് കഴിയുകയില്ല. فكانت صابرة دينة خيرة سينا كانئة شاكرة لله. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് ക്ഷമിച്ചിരുന്ന ഒരു പൊന്നുമോളയോ നമ്മൾ ഭൂലോകത്തെ നോക്കിയാ കാണൂല കേട്ടോ.
നല്ല ക്ഷമയുള്ള പെണ്ണാ മഹദിയായ ഫാത്തിമ, നല്ല ദീനിയായ പെണ്ണാ മഹദിയായ ഫാത്തിമ. അല്ലാഹു തആല കൊടുത്ത അനുഗ്രഹങ്ങൾ എത്രയായാലും അല്ലാഹുവിന് വേണ്ടി ഉള്ളത് കൊണ്ട് തൃപ്തപ്പെടുന്ന പെണ്ണാ മഹദി ഫാത്തിമ. അല്ലാഹുവിന് നന്ദി രേഖപ്പെടുത്തുന്ന മോളാ ഫാത്തിമ. അറിയോ, നിങ്ങളെ ക്ഷമ കൈകൊണ്ടതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമല്ലയോ മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് മഹദിയായ ഫാത്തിമയെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പറയാ, ഇസ്ബിരി അലാ മിറാറത്തി ദുനിയാ. ഫാത്തിമ, ഇത് ദുന്യാവാണ്, ഇവിടെ പ്രയാസങ്ങൾ നേരിടേണ്ടി വരും. ഇത് രോഗമുണ്ടാകുന്ന നാടാണ്, ഇത് ക്യാൻസറിന്റെ നാടാണ്, ഇത് ട്യൂമർ പരക്കുന്ന നാടാണ്, ഇവിടെ കുറ്റപ്പെടുത്തലിന്റെ നാടാണ്, ഫിത്ന പറയുന്ന നാടാണ്. ഓ പൊന്നുമോള് ഫാത്തിമ, ഇസ്ബിരി അലാ മിറാറത്തി ദുനിയാ. ദുന്യാവിലുള്ള കൈപ്പിന്റെ പേരിൽ നീ ക്ഷമ കൈകൊള്ളണേ എന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി തങ്ങളാകുന്ന പൊന്നു നേതാവിന്റെ പൊന്നുമോള് ഫാത്തിമയെ സ്വീകരിക്കാൻ ഇവിടെയുള്ള രാജാക്കന്മാരെ തയ്യാറാ, ഒരുപാട് ധനികന്മാരെ തയ്യാറാ. മക്കയിലുള്ള പല ആളുകളും ആശിച്ചതാ, എന്തുകൊണ്ട് മഹാനായ നബി തങ്ങളെ പൊന്നുമോള് ഒരു രാജാവിനും അല്ലാഹുവിന്റെ റസൂല് കെട്ടിച്ചയച്ചു കൊടുത്തില്ലല്ലോ. ആ സ്ഥാനത്ത് സാധാരണ പുല്ലരിഞ്ഞ് കാട്ടിൽ നിന്ന് പുല്ലരിഞ്ഞ് കിട്ടുന്ന വേദനം കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന മഹാനായ അലി തങ്ങൾക്കല്ലേ അല്ലാഹുവിന്റെ റസൂല് ഫാത്തിമയെ കല്യാണം കഴിച്ചു കൊടുക്കുന്നത്. കല്യാണം കഴിച്ചന്ന് രാത്രി വീട്ടിൽ കൂടുന്ന നേരോ മഹദിയായ ഫാത്തിമയുടെ വീട്ടിലേക്ക് കടന്നു വന്ന അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു സുബ്ഹാനല്ലാഹ് മണിയറയിലേക്ക് കടന്നു ചെല്ലുമ്പോ വീട്ടിലുണ്ടായിരുന്ന വിളക്ക് കെടുത്തിയപ്പോ മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല തേങ്ങി കരയുകയാ. കരഞ്ഞു കലങ്ങിയ കണ്ണുമായി തേങ്ങുന്ന ശബ്ദം കേൾക്കുമ്പോ മഹാനായ മഹദിയായ ഫാത്തിമയോട് അലി തങ്ങൾ ചോദിച്ചു, അല്ല അലിയെ, അല്ല ഫാത്തിമ, നിങ്ങളെന്തിനാ കരയുന്നത്? എന്തേ ഫാത്തിമ കണ്ണീരൊഴിക്കുന്നത്? ഈ പാവപ്പെട്ട അലിയാരി നിന്റെ ഭർത്താവായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലയോ? ഈ അലിയാർക്ക് സൗന്ദര്യം പോരാത്തത് കൊണ്ടാണോ? ഈ അലിയാർക്ക് സമ്പത്തില്ലാത്തത് കൊണ്ടാണോ? ഈ അലിയാരുടെ വീട് വെറും ഒരു ചെറ്റക്കുടിലായത് കൊണ്ടാണോ എന്ന് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയോട് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല ചോദിക്കുമ്പോ ഫാത്തിമ പറയുന്നു, ഇല്ല അലിയേ, നിങ്ങളെ എനിക്ക് ഭർത്താവായി സെലക്ട് ചെയ്തത് ഹബീബല്ലയോ? എന്റെ പിതാവ് എനിക്ക് തെരഞ്ഞെടുത്ത ഭർത്താവ് ചില്ലറക്കാരനല്ലെന്ന് എനിക്കറിയാം. ഞാൻ കരയുന്നത് നിങ്ങൾ എനിക്ക് പോരാഞ്ഞിട്ടല്ല, നിങ്ങളെ സമ്പത്ത് എനിക്ക് മതിയാകാഞ്ഞിട്ടല്ല, നിങ്ങളെ വീടെനിക്ക് പിടിക്കാത്തത് കൊണ്ടുമല്ല. പിന്നെന്തിനാ കരയുന്നതെന്നതിന്റെ മറുപടി പറയുന്നത് നോക്ക്. നിങ്ങൾ ഈ റൂമിലുള്ള വിളക്കങ്ങണച്ചപ്പോ ഈ റൂമിലാകെ ഇരുട് കണ്ടല്ലോ, ഇരുട് വന്നല്ലോ. ഇരുണ്ട ഈ റൂം കണ്ട നേരം എനിക്ക് ഓർമ്മ വന്നത് നാളത്തെ ഖബറാ. ദുന്യവിയായ ജീവിതത്തിലുള്ള ഇരുണ്ട റൂമിൽ വരെ കിടക്കുമ്പോ ലൈറ്റ് ഓഫ് ചെയ്ത സമയം വിളക്കൂതിയ നേരത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയാ, ഞാൻ നാളെ ഖബറിൽ കിടന്നാൽ എനിക്കൊരു തലയണ വെച്ച് തരാൻ ആരാണുള്ളത്? എനിക്കൊരു പായ വിരിച്ചു തരാൻ ആരാണുള്ളത്? ഞാൻ റസൂലുള്ളാഹിന്റെ മകളാണെന്നത് കൊണ്ട് എനിക്ക് വല്ല സപ്പോർട്ടും തരാനുണ്ടോ? അവിടെ ആളുകള്, അതേ, ഞാൻ
മുഹമ്മദിന്റെ മകളാണെന്നതുകൊണ്ട് എനിക്ക് വല്ലതും പ്രത്യേകിച്ച് കിട്ടാനില്ലല്ലോ. ഞാൻ ഖദീജയുടെ മകളാണെന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ പറ്റുമോ? ഞാൻ അലിയാരുടെ ഭാര്യയാണെന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ കബറിൽ രക്ഷ കിട്ടുമോ? ഇത് ആലോചിച്ചാ ഞാൻ കരയുന്നതെന്ന് മഹദിയായ ഫാത്തിമത്തു ബീവി റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ, ആ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ ഫകാനത് സ്വാബിറതൻ ദീനാ, ദീനീ ചിട്ടയോടുകൂടെ ജീവിക്കുന്ന പൊന്നുമോളാ. നിങ്ങൾക്കറിയോ ഉമ്മ, മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൊന്നുമോളുടെ വിവാഹം കഴിച്ചു. അലിയാരാകുന്ന പാവപ്പെട്ട ഭർത്താവിന്റെ വീട്ടില് ജോലി ചെയ്ത് സുബ്ഹാനല്ലാഹ് മാവ് കുഴക്കാനുള്ള ആസുങ്കല്ല് പിടിച്ചു തിരിച്ച മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ആ മഹദിയുടെ കൈതളങ്ങളിലതാ സുബ്ഹാനല്ലാഹ് മുറിവ് സംഭവിക്കുകയാ. മുറിവ് പറ്റിയതിന്റെ പേരിൽ കൈയൊന്ന് വെക്കാൻ കഴിയുന്നില്ല, മാവരക്കാനും കഴിയുന്നില്ല, വസ്ത്രം അലക്കാൻ സാധിക്കുന്നില്ല. മാവ് കുഴച്ച് കയ്യിൽ മുറിവുണ്ടായ നേരം പതേ വേദനിച്ച് പുളയുന്ന ഫാത്തിമയുടെ അടുക്കല, വേദന കൊണ്ട് കരയുന്ന ഫാത്തിമയുടെ അടുക്കല ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങൾ വന്ന് ബഹുമാനപ്പെട്ട ഫാത്തിമയോട് പറഞ്ഞു, പൊന്നുമോളെ ഫദ്ഹബീ ഫസ്തഖദിമീ, ഓ ഫാത്തിമ റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെല്ലണോ, അവിടെ നിങ്ങൾക്ക് തരാൻ വല്ലതുമുണ്ടെങ്കിൽ ഒരു ഹിദ്മ ചെയ്യാൻ, ഒരു വേലക്കാരിയാക്കി തരാൻ നിങ്ങൾ മുഹമ്മദാകുന്ന പ്രവാചകരോട് നിങ്ങളെ പിതാവിനോടൊന്ന് പറയുമോ? അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങള് ഫാത്തിമയുടെ കരച്ചില് കണ്ടു നിൽക്കാൻ സഹികെട്ടുകൊള്ളു ഈ ഫാത്തിമയോട് പറയുമ്പോ, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ നബി തങ്ങളെ ചാരത്ത് ചെല്ലുകയാണ്. സുബ്ഹാനല്ലാഹ്, ഉപ്പാനോടെങ്ങനെയാ ദുന്യാവ് ചോദിക്കുക? ഉപ്പൊരു ആത്മീയ നേതാവല്ലയോ? ഔലിയാക്കളെ സവിധത്തിൽ ചെന്നാ ചോദിക്കേണ്ടത് ആഖിറമാവണോ? അവിടെ ദുന്യാവ് പറയാൻ വേണ്ടി പോകരുത്, ദുന്യാവ് വേണ്ടി പോകേണ്ടത് മറ്റിടങ്ങളിലേക്കാണ്. ഔലിയാക്കളെ കണ്ടുകിട്ടിയ സയ്യിദുമാരെ നമ്മുടെ സവിധത്തിൽ കിട്ടിയാൽ അവരോട് പറയേണ്ടത് കച്ചവടത്തിന്റെ കാര്യമല്ലോ, ദുന്യാവിന്റെ കാര്യമല്ല, ആഖിറത്തിന്റെ കാര്യമായിരിക്കണോ. അത് തന്നെയല്ലേ മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദവറുകള്, താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദവറുകളെ ചരിത്രം ഞാൻ ഇങ്ങോട്ട് വരുമ്പോ ചില ശകലങ്ങൾ ഞാൻ വായിച്ചു. ആ വായിക്കുന്ന നേരം കിട്ടിയത് ഓർമ്മയിൽ വെച്ച് പറയട്ടെയോ. മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദവറുകള് അതേ വടകര മമ്മദാദി തങ്ങളെ സവിധത്തിൽ ചെല്ലുകയാ. വടകര മമ്മദാദി തങ്ങളെ വീട്ടിലുള്ള മൗലീദിന് ചെന്ന് മഹാനായ താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദവറുകള് റബ്ബേ അവരുടെ എല്ലാം ദറജ നീ ഉയർത്തണേ അല്ലാ. തങ്ങളവരുകളെ വിഷമം പറയുള്ളൂ, തങ്ങൾ വളരെ വിഷമത്തോടുകൂടെ ഇരിക്കുന്നു. ആ സമയം ബഹുമാനപ്പെട്ട വടകരത്തങ്ങള് സയ്യിദ് ഉള്ളാളപ്പാപ്പയോട് ചോദിച്ചു, അല്ല താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളെ നിങ്ങളെന്തേ വിഷമിക്കുള്ളത്, നിങ്ങളെന്തേ വിഷമിക്കുള്ളത്? ഉടനെ തന്നെ തങ്ങളവരുകൾ പറഞ്ഞു, എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ പറ്റുമോ? ഇതാണ് എനിക്ക് ഏറ്റവും വേദനയുള്ള കാര്യം. ഞാൻ മാത്രമല്ല, എന്റെ പിന്നിലാണ് നിൽക്കുന്ന ഒരുപാട് അണികളുണ്ട്. എനിക്ക് സുന്നത്തി ജമാഅത്ത് ഞാൻ പറഞ്ഞപ്പോൾ അതിന്റെ പിന്നാലെ എന്റെ കൂടെ ഉറച്ചു നിന്ന പണ്ഡിതന്മാരും മുതഅല്ലിമീങ്ങളും സാധാരണക്കാരുമുണ്ട്. അവർക്ക് സ്വർഗത്തിൽ പോവാൻ പറ്റുമോ?
അതേ എന്റെ ഉമ്മമാരെ, സുഹൃത്തുക്കളെ, ഉള്ളാളത്തെ പാപ്പയുടെ കാര്യം മാത്രമല്ല, ഉള്ളാളത്തെ സയ്യിദവറുകൾക്കുള്ള ആവലാതി എന്താ? തങ്ങളെ നഫ്സിനെ മാത്രമല്ല, എന്റെ കൂടെ നിലയുറപ്പിച്ച SSF-കാരന്, SYS-കാരന്, അഹ്ലുസുന്നയുടെ പ്രവർത്തകന് നരകത്തിലെ പടച്ചറബ് കടത്തില്ലയോ? ഇതാണ് എനിക്ക് വല്ലാത്ത അപരാധിയുള്ളതെന്ന് ചോദിക്കുമ്പോ വടകരത്തെ തങ്ങൾ പറഞ്ഞ മറുപടി കേട്ടോ നിങ്ങള്. ഉള്ളാളത്തെ തങ്ങളോട് പറയാ, ഉള്ളാളത്തെ തങ്ങളെ, നിങ്ങൾ സ്വർഗത്തിലോ? നിങ്ങളെ പാത പിന്തുടരുന്നവരും സ്വർഗത്തിലോ? അല്ലാഹുവേ, ഞങ്ങളതിനാ സുന്നത്ത് ജമാഅത്തിന് വേണ്ടി ഓടി നടക്കുന്നത്, അതിനാ ഞങ്ങൾ SSF-കാരായത്, അതിനാ ഞങ്ങൾ കിതാബ് ഓതാൻ പോയത്, അതിനാ ഞങ്ങൾ SYS-കാരായത്. ഞങ്ങൾ ഒരു രാഷ്ട്രീയക്കാരെയും പിന്തുണക്കാനില്ല, ഒരു രാഷ്ട്രീയക്കാരെയും എതിർക്കാനുമില്ല. മഹാനായ ഉള്ളാളത്തെ സയ്യിദവറുകളടക്കോ, നൂറുൽ ഉലമ MA ഉസ്താദ് അടക്കോ, പൊസോട്ട് തങ്ങൾ ഉൾപ്പെടെയുള്ള ആലിമീങ്ങളും സാദാത്തുക്കളും ഹബീബായ നിവിധങ്ങളെ ചാരത്തുകൾ സ്വർഗലോകത്ത് പങ്കെടുക്കുമ്പോ അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ അവസരം നൽകണം റഹ്മാനെ. നിവിധങ്ങളെ ചാരത്ത് പോകാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. യാ ശൈഖനാ താജൽ لعلماء شراف كرما خذ بأيدينا دواما أنت تاج العلماء لا إله نحن من غلمانكم يا شيخنا يا دخرنا قد أتينا بابكم يا شيخ تاج العلماء لا إله الله لا إله إلا الله لا تردنا عبيدا قاصدي حضراتكم خائبين خاسرين أنت تاج العلماء لا إله الله لا إله إلا الله ഞങ്ങളെ തഹ്ലീൽ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചവരെ ഖബറിലേക്ക് അതിന്റെ മിഥില തവാബ് നൽകണം റഹ്മാനെ. അവരെയും ഞങ്ങളെയും മഹാനായ ഉള്ളാളത്തെ പാപ്പയോടുകൂടെ സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണം റഹ്മാനെ. ഹബീബിന്റെ ചാരത്തെത്തിക്കണം റഹ്മാനെ. അഖില ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞങ്ങളെ ഖബൂലാക്കണേ അല്ലാഹ്. ഓ എന്റെ ഉമ്മ, ഞാൻ നിർത്തട്ടെയോ? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ മാവരച്ച കയ്യിൽ മുറിവറ്റിയപ്പോ വേദന കൊണ്ട് പുളയുന്ന നേരം മഹാനായ അലി പറഞ്ഞു, റസൂലുള്ളാഹിന്റെ അടുക്കൽ അങ്ങ് പോയി പറഞ്ഞാൽ എന്താ? അങ്ങനെ നബി തങ്ങളുടെ അടുക്കൽ പോയി തിരിച്ചു വരുള്ളൂ. ഹബീബിനോടൊന്നും പറഞ്ഞില്ലല്ലോ. എന്തേ ഫാത്തിമ നീ പറയാതിരുന്നത്? ആ സമയത്ത് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറയുള്ളൂ, ഇസ്തഹിയൈതുഹു അൻ അസ്അലഹു. ഇതുപോലത്തെ ദുന്യവിയായ കാര്യം ഹബീബിനോട് പറയാൻ എനിക്ക് ലജ്ജ വന്നുപോയി. അവസാനം അലി ഇബ്നു അബീ ത്വാലിബ് തങ്ങളും ഫാത്തിമയുടെ പിന്നാലെ പോവുകയാ, നബി തങ്ങളെ ചാരത്ത് ചെല്ലുകയാ, സങ്കടം പറഞ്ഞ് ബോധ്യപ്പെടുത്തുകയാ. ആ സമയത്ത് ഫാത്തിമയോടും മരിയാരോടും റസൂലുള്ള പറയുന്നു, അലാ ഉഖ്ബിറുകുമാ ബിഖൈരി മാ സഅൽതുമാനി. ഓ അലിയേ, ഫാത്തിമ, നിങ്ങൾ ചോദിച്ചതിനേക്കാൾ നല്ല ഒരു കാര്യത്തെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ?
അതേ റസൂലേ പറഞ്ഞു തരണോ? ആ സമയത്ത് റസൂലുള്ള പറയുന്നു ഇദാ അവൈതുമാ ഇലാ ഫിറാശികുമാ, നിങ്ങൾ കിടക്കുന്ന കിടപ്പറയിൽ ചെല്ലുമ്പോ, കിടക്കാനൊരുങ്ങുമ്പോ അങ്ങ് കിടക്കലല്ല വേണ്ടത്. ഒരു 33 പ്രാവശ്യം സുബ്ഹാനല്ലാഹ് ചൊല്ലണോ, ഒരു 33 പ്രാവശ്യം അൽഹംദുലില്ലാഹ് ചൊല്ലണോ, ഒരു 34 പ്രാവശ്യം അല്ലാഹു അക്ബർ ചൊല്ലണോ. അങ്ങനെ 100 തികച്ചിട്ട് ഫാത്തിമ നീ കിടക്കാവൂ എന്ന് മഹാനായ നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ, അതിന്റെ കൂടെ തന്നെ ചില ഒരു കാര്യം ഞാൻ പറയട്ടെയോ? ഓ എന്റെ മുഅ്മിനീകളെ, നഅം സാറാ ത്വയ്ഫു മൻ അഗ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅതരിലു ലദാതി ബിൽ ആലമി മൗലായ സ്വല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹിം. നമുക്കൊക്കെ പരിചയമുള്ള ബുർദയല്ലയോ? ആ ബുർദയിലുള്ള നഅം സറാ ത്വയ്ഫു മൻ അഹ്വാ ഫഅർഖനി എന്ന ഈ ഒരു ബൈത്ത് കിടന്നുറങ്ങുന്നതിന്റെ തൊട്ടു മുമ്പ്, ഉറങ്ങുന്നത് വരെ ഒരാൾ ചൊല്ലി അങ്ങ് കിടന്നുറങ്ങിയാൽ കസറത്തു റുഅയതുഹു, അല്ലാഹുവിന്റെ റസൂലിനെ ഒരുപാട് കാണാൻ, സ്വപ്നം കാണാൻ അവസരമുണ്ട്. ഞാൻ പറഞ്ഞതല്ല, മഹാനായ ഇമാം ബാജൂരി തങ്ങള് ബുർദയുടെ വ്യാഖ്യാനത്തിൽ പറയുന്ന വാക്കാണിത്. നഅം സാറാ ത്വയ്ഫു മൻ അഹ്വാ ഫഅർഖനി വൽ ഹുബ്ബു യഅതരിലു ലദാതി ബിൽ ആലമി. ഈ ബൈത്തങ്ങ് ചൊല്ലിയിട്ടാ കിടന്നുറങ്ങുന്നത്. ഉറങ്ങുന്നത് വരെ ചൊല്ലി അങ്ങ് കിടന്നുറങ്ങിയാൽ കസറത്തു റുഅയതുഹു സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ ധാരാളം സ്വപ്നം കാണാൻ അവസരമുണ്ട്. ഇൻഷാ അല്ലാഹ് വഅദ് തീരുന്നതിന് മുമ്പ് നിസ്കരിക്കേണ്ട ഒരു രൂപമുണ്ട്. ഒരു 4 റകഅത്ത് നിസ്കരിക്കേണ്ട ഒരു കോലമുണ്ട്. ആ നിസ്കാരം 2 റകഅത്ത് നിസ്കരിക്കേണ്ട ഒരു കോലമുണ്ട്. ആ നിസ്കാരം ആരെങ്കിലും നിർവഹിച്ചോ, അവന് റസൂലുള്ളാഹി തങ്ങളെ കാണാനുള്ള അവസരമുണ്ട്. ഞാൻ പറഞ്ഞതല്ലോ, നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. നിബിതങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്ന ആളുകൾ വെള്ളിയാഴ്ച രാവിലെ നിർവഹിക്കേണ്ട 4 റകഅത്ത് സുന്നത്ത് അല്ലാഹു തആല തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹു അത് നിർവഹിക്കാൻ റബ്ബേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ജീവിതത്തിൽ ഒരു ആവശ്യമെങ്കിൽ നബിതങ്ങളെ ഒന്ന് കാണാൻ നീ അവസരം ഒരുക്കണേ അല്ലാഹ്. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബിതങ്ങളെ പഠിപ്പിക്കുന്ന ഒരു നിസ്കാരമുണ്ട്. 2 റകഅത്ത് 4 റകഅത്താണ് ആ നിസ്കാരമെങ്കിലും ഈ 2 റകഅത്തായിട്ടാണ് അത് നിർവഹിക്കേണ്ടത്. നമ്മളെ തറാവീഹൊക്കെ നിസ്കരിക്കുന്നത് പോലെ 2 സലാമോടുകൂടെ മൻ അറാദ അൻ യറാനി ഫിൽ മനാമി, ഒരാൾ എന്നെ സ്വപ്നത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫല്യുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅ 4 റകഅത്ത്, വെള്ളിയാഴ്ച രാവിലെ അവൻ 4 റകഅത്ത് നിസ്കരിക്കട്ടെ. മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഞാൻ നമ്മുടെ പ്രഭാഷണത്തിന്റെ അവസാനം ആ വിഷയം സൂചിപ്പിക്കും. അല്ലാഹു തആല നമുക്ക് കേട്ട് മനസ്സിലാക്കി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. വീണ്ടും ഹബീബായ നബി തങ്ങളുമായി ബന്ധപ്പെട്ട് റസൂലുള്ളാഹി തങ്ങളെ സ്വലാത്ത് ചൊല്ലിയാൽ പരീക്ഷയിൽ വിജയം കിട്ടുന്ന ഒരു സ്വലാത്തുണ്ട്. അത് ഉള്ളാളത്തപ്പാപ്പയുടെ ഇജാസത്തുള്ള സ്വലാത്ത് സഅദ എന്നാണ് തങ്ങളവറുകളെ കുറിച്ച് പറയുന്നത്.
വിജയത്തിലേക്കുള്ള സ്വലാത്ത്, വിജയത്തിന്റെ സ്വലാത്ത്. അങ്ങനെ ഒരു സ്വലാത്ത് ഉണ്ട്. അത് ഇൻഷാ അല്ലാഹ് നമ്മുടെ വിദ്യാർത്ഥികൾക്ക് പറഞ്ഞു കൊടുക്കാൻ ഞാൻ മുമ്പേ ഏറ്റിരുന്നു. അത് ഇൻഷാ അല്ലാഹ് എന്ന് പറയും. അല്ലാഹു തആല നമുക്കൊക്കെ നല്ല ഓർമ്മശക്തി നൽകുമാറാകട്ടെ. അല്ലാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. വേറൊരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് പറയാൻ മുമ്പ് പറഞ്ഞിരുന്നു. ഈ ആയില് മൂത്രമൊഴിക്കുന്ന അസുഖമുള്ള കുട്ടികളുണ്ട്. ആ കുട്ടികളുടെ ആ അസുഖം മാറാൻ വേണ്ടി ഒരു സ്വലാത്തുണ്ട്. അതും ഞാൻ പറഞ്ഞു തരും. 3 കാര്യം നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് ഞാൻ പറഞ്ഞു തരും. അല്ലാഹു തആല പറയാൻ എനിക്കും കേൾക്കാൻ നിങ്ങൾക്ക് അനുസരിക്കാൻ നമുക്കും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൊന്നുമോള് ഫാത്തിമ. ആ ഫാത്തിമ എത്ര സുന്ദരിയായിരുന്നുവെങ്കിലും ഫാത്തിമയുടെ ശരീരത്തെ അന്യ ഒരു പുരുഷൻ ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ. ഓ എന്റെ ഉമ്മ ഫാത്തിമയോടെ കൂടെ സ്വർഗത്തില് പോകണ്ടയോ? എന്നാ പിന്നെ ഫ്ലെക്സ് ബോർഡിൽ ഫോട്ടോ കൊടുക്കേണ്ടതില്ല. പഞ്ചായത്ത് മെമ്പറാവേണ്ടതില്ല. തെരഞ്ഞെടുപ്പില് മുന്നോട്ട് വരണമെന്നതില്ല. സ്ത്രീ സംവരണം വേണമെന്നുള്ള സർക്കാരിന്റെ തീരുമാനം വന്നാലോ അവിടെ മുസ്ലിം പെണ്ണാവണമെന്നില്ലല്ലോ. നല്ല അമുസ്ലിം സഹോദരിമാര് തന്നെ വന്നാലോ സ്ത്രീ സംവരണം ഇവിടെ നിലവിൽ വരുത്താലോ. പിന്നെന്തിനാ നിങ്ങള് പൊതുരംഗത്തേക്ക് ഇറങ്ങുന്നത്? പിന്നെന്തിനാ നിങ്ങളെ ഫോട്ടോ ഇളിച്ചാട്ടിയ ഫോട്ടോ ഫ്ലെക്സ് ബോർഡിൽ സ്ഥാപിക്കുന്നത്? ഏതെങ്കിലും ആളുകൾ ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അങ്ങനെ ചെയ്തുകൂടാ കേട്ടോ. മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയെ പോലെ സൗന്ദര്യം നിങ്ങൾക്കില്ലല്ലോ. ആ ഫാത്തിമയുടെ ശരീരം അതേ മഹാന്മാരായ സ്വഹാബികളിൽ നിന്നും ഒരാള് ഫാത്തിമയുടെ ശരീരം കണ്ടിട്ടില്ലോ. മാത്രമല്ല മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ വഫാത്തിന്റെ തൊട്ടു മുമ്പ് കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു തആല അൻഹാ ഫാത്തിമയുടെ സവിധത്തിൽ വരികയാണ്. ആ ഫാത്തിമയോട് ഫാത്തിമ കരയുന്നത് കണ്ടപ്പോ അസ്മാ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, അല്ല ഫാത്തിമ, നിങ്ങൾ എന്തിനാ കരയുള്ളത്? ഇന്നി അസ്തഖ്ബിഹു മാ യസ്നഉ ബിന്നിസാഇ യുത്റഉ അലൽ മർഅതി ഥൗബു ഫയസിഫുഹാ. ഇന്ന് പെൺകുട്ടികൾ മരണപ്പെട്ട് കഴിഞ്ഞാൽ, ഒരു പെണ്ണ് മരിച്ചു കഴിഞ്ഞാൽ ആ പെണ്ണിന്റെ ശരീരത്തിൽ കഫംപുട പൊതിഞ്ഞാൽ അത് വരിഞ്ഞു കെട്ടിയാൽ പെണ്ണിന്റെ ശരീരത്തിന്റെ വടിവ് ജനങ്ങൾക്ക് കാണാൻ കഴിയുമല്ലോ. അവളെ തടി കാണുമല്ലോ, അവരെ കയ്യിന്റെ വണ്ണം അറിയുമല്ലോ, ശരീരത്തിന്റെ വണ്ണം ജനങ്ങൾക്ക് മനസ്സിലാകുമല്ലോ. അതുകൊണ്ട് എന്റെ ശരീരത്തിന് കഫൻ ചെയ്യുമ്പോഴോ ഫാത്തിമയുടെ കാലിന്റെ വണ്ണമോ കയ്യിന്റെ വണ്ണമോ കഴുത്തിന്റെ വണ്ണമോ തലയുടെ രൂപമോ അന്യപുരുഷന്മാര് കാണുമല്ലോ. അതുകൊണ്ട് എനിക്കത് വല്ലാത്ത വിഷമമാകുന്നുണ്ട്. ആ സമയത്ത് മഹദിയായ അസ്മാ ബിൻത് ഉമൈസ് റളിയല്ലാഹു അൻഹ പറയുന്നു, യാ ബിൻത റസൂലില്ലാഹ്, നബി തങ്ങളെ പൊന്നുമോളായ ഫാത്തിമ, അലാ ഉരീക ശൈഅൻ റഅയ്തുഹു ബിൽ ഹബശ, അബശീനിയിലുള്ള ഒരു മയ്യത്ത് കട്ടിൽ ഞാൻ ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. ആ മയ്യത്ത് കട്ടിൽ ഞാൻ നേരിട്ട് കണ്ടതാ ഫാത്തിമ. ആ മയ്യത്ത് കട്ടിലിന്റെ മുകൾ ഭാഗത്ത് മറയുണ്ട്. നിങ്ങളെ ശരീരം വെച്ച ശരീരത്തിന്റെ വടിവ് ജനങ്ങൾക്ക് കാണാൻ കഴിയില്ല. അങ്ങനത്തെ മയ്യത്ത് കട്ടിൽ ഞാൻ എത്തിച്ചു തരാ ഫാത്തിമ, നിങ്ങളെ കരയേണ്ടതില്ല. മഹദിയായ
ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹയോട് അസ്മാ ബിൻതു ഉമൈസ് റളിയല്ലാഹു തആല അൻഹ പറയുമ്പോ ഫാത്തിമ ബീവി പറയുന്നു ഇദാ മുതു ഫഗസിൽനി അൻതി ഓ അസ്മാ ഞാൻ മരിച്ചാ നിങ്ങളാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കേണ്ടത് അലിയുന് അലിയാരും കൂടെയുണ്ടായിക്കോട്ടെ വലായദ്ഖുലന്ന അഹദുൻ അലയ്യ നിങ്ങളും അലിയുമല്ലാത്ത വേറെ ഒരാളും കുളിറൂമിൽ വന്നുകൂടല്ലോ എന്റെ മയ്യത്ത് കുളിപ്പിച്ചുകൂടല്ലോ എന്റെ മയ്യത്ത് പരിപാലനം നടത്തിക്കൂടല്ലോ മഹദിയായ ഫാത്തിമയുടെ വസിയ്യത്താണ് ആ വസിയ്യത്ത് പുലർത്താൻ വേണ്ടി മഹദിയായ ഫാത്തിമയുടെ വഫാത്തിന്റെ ദിവസം ആ ഫാത്തിമയെ കുളിപ്പിക്കാൻ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ കുളിമുറിയിലേക്ക് വരുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ സമ്മതിച്ചില്ല എന്നോടും അലിയാരോടും ആ കുളിപ്പിക്കാൻ പറഞ്ഞത് അതുകൊണ്ട് ആയിഷ വരല്ലേ ഇതിന്റെ ഉള്ളിലേക്കോ നിങ്ങൾക്ക് ഇതിന്റെ ഉള്ളിലേക്ക് വരാൻ അവസരമില്ല എന്ന് പറഞ്ഞ് തടഞ്ഞു വെക്കുമ്പോ അസ്മാ ബീവി റളിയല്ലാഹു തആല അൻഹ അബൂബക്കർ തങ്ങളോട് കംപ്ലൈന്റ് പറയുള്ളൂ ഓ അബൂബക്കർ തങ്ങളെ എന്നാ മയ്യത്ത് കുളിപ്പിക്കാൻ അസ്മാ സമ്മതിക്കുന്നില്ല നിങ്ങളൊന്ന് പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് പറയുമ്പോ അസ്മാ ബീവിയുടെ അടുക്കൽ അബൂബക്കർ തങ്ങൾ വന്ന് ചോദിച്ചു എന്തേ അസ്മാ മുഹമ്മദിയായ ആയിഷയെ അതിന്റെ ഉള്ളിലേക്ക് കടത്താത്തത് ഉടനെ അസ്മാ ബിൻതു ഉമൈസ് തങ്ങൾ പറയുന്നു മഹദി പറയുകയാണ് ഇല്ല ഉപ്പാ ആ ഫാത്തിമയെ കുളിപ്പിക്കാൻ ഞാനല്ലാത്ത അലിയാരല്ലാത്ത ഒരാളും കയറാൻ പാടില്ലെന്ന് ഫാത്തിമയുടെ കൽപ്പനയാണ് എന്നാ അങ്ങനെ ഫാത്തിമ കൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് ചെയ്തോളൂ ആയിഷയെ കുളിമുറിയിലേക്ക് കയറ്റണമെന്നില്ല ഈ വാക്ക് കേട്ടപ്പോ മിണ്ടാണ്ട് ഇറങ്ങിപ്പോവുകയാണ് മഹദിയായ ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ മുഹമ്മദ് ബിൻ അഹ്മദ് അദ്ദഹബി റളിയല്ലാഹു അൻഹു അവിടത്തെ സിയറു അഅ്ലാമുൻ നുബവിയിൽ വിഷയം പറയുന്നുണ്ട് ഞാൻ നിർത്തട്ടെയോ കൂടുതലൊന്നും പറയുന്നില്ല ജീവിതകാലത്ത് അന്യപുരുഷന്മാരെ കാണാത്ത ശരീരമായതുകൊണ്ട് അതേ പുരുഷന്മാരുടെ കണ്ണിലകപ്പെടാത്തത് കൊണ്ട് നാളെ മഹ്ശറയില് ഞാനും നിങ്ങളുമൊക്കെ ഒരുമിച്ച് കൂടുന്ന ഭൂമിയില്ലയോ ആ ഭൂമിയിലേക്ക് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹാ ഖബറിൽ നിന്ന് എണീറ്റ് വരുന്ന നേരോ ഹബീബായ നബി തങ്ങൾ പറയുകയാ ഇദാ കാന യൗമുൽ ഖിയാമ ഖിയാമത്ത് നാൾ അങ്ങ് വന്നു കഴിഞ്ഞാൽ നാദാ മുനാദിൻ മിൻ വറാഇൽ ഹിജാബ് പെട്ടെന്നൊരു അനൗൺസ്മെന്റ് ആ അനൗൺസ്മെന്റ് സുബ്ഹാനല്ലാഹ് ഒരു വിളിയാളം കേൾക്കുകയാ ഖിയാമത്ത് നാളിന്റെ മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടിയ കോടിക്കണക്കിന് വരുന്ന ആളുകളോട് അല്ലാഹു തആലയുടെ അനുമതി എന്നോണം ഒരു വിളിയാളം കേൾക്കുകയാ യോ അഖിലൽ ജംഇ വല്ലോ അബ്സാറകോ ഒരുമിച്ച് കൂടിയ മനുഷ്യരെ കണ്ണുപൂട്ടൂ കണ്ണടക്കൂ അൻ ഫാത്തിമ ബിൻതി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അതേ മഹദിയായ ഫാത്തിമ ഇവിടേക്ക് കടന്നു വരുന്നുണ്ട് അതുകൊണ്ട് മഹ്ശറ വൻസഭയിൽ ഒരുമിച്ച് കൂടിയ മനുഷ്യരെ നിങ്ങളെ കണ്ണ് താഴ്ത്തിക്കൊള്ളൂ നിങ്ങളെ കണ്ണടച്ചുകൊള്ളൂ അബൂ അയ്യൂബിൽ അൻസാരി തങ്ങൾ പറയുന്നത് എങ്ങനെയാ യാ അഹ്ലൽ ജംഅ
ഖിയാമത്ത് നാൾ വന്നു കഴിഞ്ഞ മഹ്ശറയിൽ ഒരുമിച്ച് കൂടിയ ആളുകളോട് അല്ലാഹു തആല വിളിച്ചു പറയും, ഓ മനുഷ്യരെ, റൂസക്കും, നിങ്ങളെ തല നിങ്ങളെ താഴ്ത്തിക്കളയണം, വവല്ലൂ അബ്സാറക്കും, നിങ്ങളെ കണ്ണുകൾ നിങ്ങളെ പൂട്ടിക്കളയണോ, ഹത്താ തമുറ ഫാത്തിമ ബിൻതു മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അല സിറാത്ത്, സിറാത്ത് പാലത്തിലൂടെ ഫാത്തിമ വിട്ട് കടക്കുന്ന സമയം വരെ നിങ്ങളെ കണ്ണുണർത്തരുത് കേട്ടോ, കണ്ണു തുറക്കരുത് കേട്ടോ. മഹ്ശറയില് പോലും ഫാത്തിമയെ കാണാൻ അല്ലാഹു നമ്മെ സമ്മതിക്കുകയില്ലെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓ എന്റെ ഉമ്മമാരെ, ആ ഫാത്തിമ ദുന്യാവില് മാത്രമല്ല മരണസമയത്ത് പോലും തന്റെ ശരീരം മറ്റൊരാൾക്ക് കാണാൻ പാടില്ല എന്ന നിർബന്ധ ബുദ്ധിയുള്ളവരായിരുന്നു. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു അനാചാരം പടർന്നു പിടിച്ചിട്ടുണ്ട്. മരിച്ച പെണ്ണിനെ കാണാൻ പുരുഷന്മാര് ലൈനായി നിൽക്കുന്നു, മരിച്ച പുരുഷനെ കാണാൻ പെൺകുട്ടികൾ വന്ന് ലൈനായി നിൽക്കുന്നു. രണ്ടും പച്ച ഹറാമാണ് കേട്ടോ. നിങ്ങളെ നാട്ടിൽ അത് നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല എങ്കിൽ നിങ്ങളെ ഞാനത് ഉദ്ദേശിക്കുന്നുമില്ല. ഞങ്ങളെ മലപ്പുറം ജില്ലയിലെ ചില ഇടങ്ങളിൽ കാണുന്ന തോന്നിവാസമാണിത്. നാട്ടിലാരെങ്കിലും മരിച്ചാൽ, ആണ് മരിച്ചാലും പെണ്ണ് മരിച്ചാലും നാട്ടിലുള്ള ആളുകളെല്ലാം കൂടെ ഒത്തൊരുമിക്കുകയാണ്. അത് തൂങ്ങിച്ചത്താ പിന്നെ പറയും വേണ്ട. അവള് നാവ് കടിച്ചിട്ടുണ്ടോ, കണ്ണ് തള്ളിയിട്ടുണ്ടോ, മുഖമെങ്ങനെയുണ്ട്, കറുത്തിട്ടുണ്ടോ, ഇതൊക്കെ നോക്കാൻ മരിച്ചു കിടക്കുന്ന പെണ്ണന്യ പെണ്ണാണെങ്കിൽ പുരുഷന് കാണാൻ പാടില്ല കേട്ടോ. പുരുഷൻ മരിച്ച ആ പെണ്ണിനും കാണാൻ പാടില്ല. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാം പഠിപ്പിക്കുന്ന നിയമമാ ഞാൻ പറഞ്ഞത്. ചില ആളുകൾ പൊതുരംഗത്ത് പൊതുദർശനത്തിന് വെച്ച് പൊതുദർശനത്തിന് വന്നു. മുസ്ലിമും അമുസ്ലിമും എല്ലാരും മയ്യത്ത്. ചില ചെറുപ്പക്കാരെ വിചാരം അമുസ്ലിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പാടില്ല. അങ്ങനൊന്നില്ല. അമുസ്ലിങ്ങൾക്ക് മയ്യത്ത് കാണിച്ചു കൊടുത്താൽ നിങ്ങൾ കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആണിനായിരിക്കണം ആണിന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കുന്നത്. പെണ്ണിന്റെ മയ്യത്ത് അമുസ്ലിമത്തായ പെണ്ണിനായിരിക്കണം കാണിച്ചു കൊടുക്കേണ്ടത്. അതും കാണിച്ചു കൊടുക്കല് സുന്നത്തായത് കൊണ്ട് പറയില്ല. അങ്ങനത്തെ ഒരു ഘട്ടമുണ്ടെങ്കിൽ അതിന് തെറ്റില്ല. ആ സ്ഥാനത്ത് മുസ്ലിമായൊരു പെണ്ണിനെ മുസ്ലിമായൊരു ആണ് പോയി നോക്കുക എന്നത് ഹറാമാണ്, പാടില്ലാത്ത കാര്യമാണ്. എന്ന പോലെ തന്നെ മുസ്ലിമായ ആണ് മരിച്ച ആ പെണ്ണ് പോയി നോക്കലും ഹറാമാണ്. അല്ലാഹു തആല നമുക്കൊക്കെ മതനിയമങ്ങൾ പഠിപ്പിക്കാനും തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അവസാനം ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. റഹ്മുർ റഹീമീനായ റബ്ബ് നമ്മുടെ മജ്ലിസിനെ ദുആ ഇജാബത്തുള്ള മജ്ലിസാക്കി അംഗീകരിക്കുമാറാകട്ടെ. അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മജ്ലിസിൽ മഹദിയായ ഫാത്തിമയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞത് മുഴുവനും അവരെ പൊരുത്തത്തിനൊരു കാരണമാക്കി തരണം അല്ലാഹ്. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ സ്വപ്നം കാണാനുള്ള ഒരു 4 റക്അത്ത് നിസ്കാരം മജ്മുഉൽ ഹദീസിൽ ഈ വിഷയം പറയുന്നുണ്ട്. യൂസുഫ് നബാനി തങ്ങള് സഅദത്തു ദാറൈനി ഫി സ്വലാത്തി അലാ സയ്യിദിൽ കൗനൈൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിലും പറയുന്നുണ്ട്. ഇതെല്ലാവരും ശ്രദ്ധിക്കുക. അതോടുകൂടെ നമ്മുടെ ജീവിതത്തിൽ അതൊരു പ്രാവശ്യമെങ്കിലും മനസ്സറിഞ്ഞുകൊണ്ട് നിർവഹിക്കാനുള്ള സമയം കാണുക. അല്ലാഹുവേ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറയുന്നു, മൻ അറാദ അൻ യറാനി ഫിൽ മനാമി, ആരെങ്കിലും സ്വപ്നത്തിൽ കാണാൻ, എന്നെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ ഫൽയുസല്ലി ഫീ ലൈലത്തിൽ ജുമുഅത്തി 4 റക്അഅത്ത്, വെള്ളിയാഴ്ച രാവിൽ 4 റക്അത്ത് നിങ്ങൾ സുന്നത്ത് നിസ്കരിക്കണം. ബിത്തസ്ലീമത്തൈനി, 2 സലാമോടുകൂടെ. 2 റക്അത്ത് വീതമാണ് നിസ്കരിക്കേണ്ടത്. 4 റക്അത്താണ് നിസ്കരിക്കേണ്ടത്. 2 റക്അത്ത് വീതം.
എന്നിട്ടോ മഹാനായ നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു വയഖറഉ ഫീ കുല്ലി റക്അത്തിൻ ഫാത്തിഹത്തുൽ കിതാബി. ഒന്നാമത്തതും രണ്ടാമത്തതും മൂന്നാമത്തതും നാലാമത്തതുമായ 4 റക്അത്തിലും ഒരേ സൂറത്ത് തന്നെ ഓതണം. കുറെ സൂറത്തൊന്നും ഓതണ്ട, 4 വീതം സൂറത്തുകൾ. 4 റക്അത്തിലും ഓതേണ്ട സൂറത്തൊന്ന് ഫാത്തിഹത്തുൽ കിതാബ്, ഒന്ന് ഫാത്തിഹ സൂറത്ത് ഓതുക. മറ്റൊന്ന് റസൂലുള്ളാഹി പറയുന്നു വല്ലുഹാ വല്ലൈലി ഇദാ സജാ എന്ന സൂറത്ത് ഓതുക. വഅലം നശ്റഹ് ലക എന്ന സൂറത്ത് ഓതുക. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ എന്ന് തുടങ്ങുന്ന സൂറത്ത്. ഇങ്ങനെ 4 സൂറത്ത് 4 റക്അത്തിൽ, 4 റക്അത്തിൽ ഒരേ സൂറത്ത് 4 എണ്ണം. ഫാത്തിഹ സൂറത്ത്, പിന്നെ വല്ലുഹാ സൂറത്ത്, അലം നശ്റഹ് ലക സൂറത്ത്, ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ. ഈ 4 സൂറത്ത് 4 റക്അത്തിൽ ഓതിയിട്ട് ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്നു സുമ്മ യുസല്ലിമു, പിന്നീട് ആ 4 റക്അത്തിൽ നിന്ന് അവന് സലാം വീട്ടണം. വയുസല്ലി അലൈഹി 70 മർറാ. അതിനുശേഷം റസൂലുള്ളാഹി പറയുന്നു അതെ അവന് 70 തവണ ഏതെങ്കിലും ഒരു സ്വലാത്ത് ചൊല്ലണം. ഏതെങ്കിലും ഒരു സ്വലാത്ത് അവന് ചൊല്ലണം. അവൻക്കറിയുന്ന ഏത് സ്വലാത്തായാലും 70 തവണ ഒരു സ്വലാത്ത് ചൊല്ലുക. പോരാ പോരാ, വയസ്തഗ്ഫിറുല്ലാഹ 70 മർറാ. അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്നത് 70 തവണ ചൊല്ലണോ. നിസ്കാരം കഴിഞ്ഞ 3 തവണ ചൊല്ലുന്നതിന് പകരം ഈ നിസ്കാരത്തിൽ 70 തവണ അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലണോ. എന്നാ തുമ്മ യനാമു മുസല്ലിയാ. ഇത് നിർവഹിച്ചുകൊണ്ട് അവനുണ്ടെന്നുറങ്ങുകയാ. സ്വലാത്ത് ചൊല്ലിയിട്ടങ്ങ് കിടന്നുറങ്ങിയാൽ റആനീ ഫിൽ മനാം, അവർക്ക് എന്നെ സ്വപ്നം കാണാൻ കഴിയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ മുഹമ്മദ് റസൂലുള്ളാഹി. എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ ഫർളായ ഫാത്തിഹയോട് കൂടെ തന്നെ 4 ഫാത്തിഹ ഒന്ന് ഫർളായ ഫാത്തിഹന്റെ കൂടെ അലൻ നശ്റഹ് വന്നു 3 എണ്ണം സൂറത്ത്. അങ്ങനെ വരിക. എല്ലാ റക്അത്തിലും ഫാത്തിഹ ഓതൽ നിർബന്ധം. സാധാരണ നമ്മൾ പറഞ്ഞ ഫാത്തിഹ, ആ ഫാത്തിഹന്റെ കൂടെ നമ്മൾ സാധാരണ ഓതരമാര് സൂറത്ത് ഓതുക. ഫാത്തിഹ കൂട്ടണ്ട. ഫാത്തിഹ നമ്മൾ സാധാരണ ഫാത്തിഹ ഓതിയാൽ തന്നെ അത് മതി. ഉസ്താദിന്റെ ചോദ്യം അങ്ങനെയല്ല. ഫാത്തിഹ ഫർളായ ഫാത്തിഹന്റെ കൂടെ സുന്നത്തായ സൂറത്തായിട്ട് ഫാത്തിഹ ഓതണം. അതിന്റെ ആവശ്യം എനിക്കിതൊന്നും മനസ്സിലാവുന്നില്ല. ഞാൻ ഈ ഹദീസ്, ഇമാമിങ്ങൾ ഉദ്ധരിച്ച ഹദീസ് ബഹുമാനപ്പെട്ട റൂഹുൽ ബയാനിൽ ഇസ്മായിൽ ഹിക്കി തങ്ങൾ പറഞ്ഞത് അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലായത് ഈ സ്വലാത്ത്, ഈ നിസ്കാരത്തിന്റെ രൂപം ഫാത്തിഹ സൂറത്ത് 1, പിന്നെ വല്ലുഹാ സൂറത്ത്, അലം നശ്റഹ് ലക സൂറത്ത്, അതുകൂടെ ഇദാ സുൽസിലത്തുൽ സുൽസില. അങ്ങനെ 4 സൂറത്ത് 4 വീതം മറ്റുള്ള റക്അത്ത് അതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് സലാം വീട്ടിയിട്ട് ഒരു 70 തവണ അസ്തഗ്ഫിറുല്ലാഹൽ അലീം ചൊല്ലണം. ഒരു 70 തവണ സ്വലാത്തും ചൊല്ലണം. അതോടുകൂടെ വെള്ളിയാഴ്ച രാവിലെ സ്വലാത്ത് ചൊല്ലിയിട്ടങ്ങ് കിടന്നുറങ്ങാം. ഇത് നിർവഹിച്ച് നേരെ നെറ്റിൽ പോയിട്ട് പിന്നെ വാട്സപ്പിൽ 4 മെസ്സേജ് അയച്ച് അവിടെ ഫേസ്ബുക്കിലുള്ള ആൾക്കാർക്ക് എന്താ ഓന് കൊടുക്കേണ്ട അതും കൊടുത്ത് അങ്ങനെ അങ്ങോട്ട് ഉറങ്ങിയാലും ഫേസ്ബുക്ക് കാണാനേ കഴിയുള്ളൂ, റസൂലുള്ളാഹിനെ കാണാൻ കഴിയില്ല. സ്വലാത്ത് ചൊല്ലിയിട്ട് ഉറങ്ങണം. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അള്ള തൗഫീഖ് ചെയ്യട്ടെ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുമ്പോ പാകിസ്ഥാൻ അടുത്തൊക്കെ പോയിട്ട് വന്നു ഓർക്കലേ. ഞാൻ ഉസ്താദിന്റെ കാലൊക്കെ പിടിച്ചൊന്ന് ഉഴിഞ്ഞു കൊടുത്ത്. അപ്പൊ ഞാൻ ഉസ്താദിനെ പറഞ്ഞു, ഉസ്താദ് ഒരു വർക്കത്തിന് ഇഞ്ഞൊന്ന് അടിച്ചാണി. അങ്ങനെ ഉണ്ടല്ലോ ആലിമീങ്ങൾ അടി വർക്കത്താണ്. ഉള്ളാളത്തെ പാപ്പാന്റെ അടി, ഉള്ളാളത്തെ പാപ്പാന്റെ അടി വർക്കത്താണ്. സുലൈമാ ഉസ്താദിനെ കിട്ടിയിരുന്ന അടി ഞമ്മക്കൊക്കെ കിട്ടണമെങ്കിൽ അന്ന് നമ്മൾ ഗ്രൂപ്പിന് മാറും. അമ്മക്ക് ഈമാനില്ലാത്തോണ്ട ഓൽക്കാടി ബറക്കത്താണ്. ഉള്ളാളത് പാപ്പ ഏതോ ഒരാള് ഉള്ളാളത് പാപ്പാനോട് ഏതൊരു കള്ള ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞപ്പോ ആ കള്ളക്കുർ ഷെയ്ഖിനെ ന്യായീകരിച്ച് പള്ളിയിലെ മൂലയൊരു മുഅദ്ദിനെ ന്യായീകരിച്ച് സംസാരിച്ച തങ്ങൾ പാപ്പ ഒന്നും മിണ്ടിയിലാണ്. നിങ്ങൾ പാപ്പ ഒന്നും മിണ്ടാത്തോണ്ട് ശിഷ്യന്മാരൊക്കെ വെച്ചാൽ ഞങ്ങളെ പാപ്പ എന്താ ഉസ്താദ് നിങ്ങൾ അവിടെ അയാളോടൊന്നും പിന്നെ തർക്കിക്കാൻ പോകാഞ്ഞ്
അങ്ങനെ ഷെയ്ഖിനെ കുറിച്ച് നിങ്ങൾ പറഞ്ഞ ശരിയല്ല, അയാൾ ഒരുപാട് ബെയ്ത്ത് പറഞ്ഞിക്കണല്ലോ, മൗലൂദ് ഉണ്ടാക്കിക്കണല്ലോ, വലിയ ആലിമാണല്ലോ എന്നൊക്കെ അയാൾ തർക്കിച്ചിട്ട് നിങ്ങൾ എന്തേന്നും മിണ്ടാഞ്ഞത് എന്ന് തങ്ങളവറുകളോട് ഒരാള് സംശയം ചോദിച്ചോ. തങ്ങളാണ് ഞാൻ ജാഹിലിങ്ങളോട് തർക്കിക്കാൻ പോക്കില്ല, ഓൻ വിവരമില്ലാത്തവന. ആ മൗലീദ് ആരാ ഉണ്ടാക്കിയത്, അതിന്റെ മുസന്നിഫ് ആരാന്ന് എനിക്കറിയാം, അതെനിക്ക് കാണാതെ അറിയാം. പിന്നെ ഞാൻ ചീത്ത പറയുകയാണെങ്കിൽ ഞാൻ ഇഷ്ടപ്പെടുന്ന ആളുകളെ ചീത്ത പറയുള്ളൂ, ഇഷ്ടപ്പെടാത്ത ആളുകളെ ഞാൻ ചീത്ത പറയാറില്ല. അപ്പൊ തങ്ങളവറുകളെ ചീത്ത പറയുകയാണെങ്കിൽ ഓനെ ഇഷ്ടമുണ്ടായതുകൊണ്ടാ ചീത്ത പറയണത്. അല്ലാഹു തആല തങ്ങൾ പാപ്പാനെ പോയിട്ട് നമുക്ക് നൽകട്ടെ. നമ്മളിങ്ങനെ എത്ര പ്രാവശ്യം എടാ എടാ എന്നുള്ള വിളി കേൾക്കുമ്പോ നമ്മളെ മനസ്സ് പൊട്ടാൻ നിൽക്കണ്ട. നമ്മളെ ചീത്ത പറയാൻ നമ്മളോട് സ്നേഹം ഉണ്ടായതുകൊണ്ടാ. സ്നേഹമില്ലാത്ത ആളുകളെ ഞാൻ ചീത്ത പറയാറില്ല എന്ന് ബഹുമാനപ്പെട്ടുള്ള ആളത്തെ പാപ്പ കൂടെയുള്ള ആളുകളോട് പറഞ്ഞു. അല്ലാഹുവേ അവിടുത്തെ ദറജ നീ ഉയർത്തണേ റഹ്മാനെ. അതുകൊണ്ട് ഞാനും നിങ്ങൾ വരുമ്പോഴും ട്രെയിനിൽ കിടന്നുറങ്ങുകയാണെങ്കിൽ ഞാൻ ഉസ്താദിനോട് പറഞ്ഞു, ഉസ്താദെ എനിക്ക് നല്ലൊരു അടി തരി പുറത്ത്. തിരക്കേടില്ല, ഒരടി തന്നും ചെയ്തു. അല്ലാഹു തആല ഉസ്താദിന് ആഫിയത്ത് കൊടുക്കട്ടെ, അല്ലാഹു ദീർഘായുസ്സ് കൊടുക്കട്ടെ. ഞമ്മക്ക് പിന്നെ സ്വപ്നത്തിലെങ്കിലും ഉസ്താദിനെങ്കിലും കാണാൻ കഴിഞ്ഞില്ല. അവിടെ വേറെ ആരെയും വരികയാണെങ്കിൽ അത് മുഷ്കിൽ തന്നെയാണല്ലോ. ആലിമീങ്ങളെക്കാളും നല്ല കാര്യം തന്നെ. അല്ലാഹുവേ ഞങ്ങൾ ഉസ്താദിന്റെ ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഇതേപോലെ ഞാന് വിദേശത്ത് 2 മാസം വിദേശത്ത് പോയി. വിദേശത്ത് പോയപ്പോ അവിടെ പിന്നെ ഗൾഫ് ഇവിടുത്തെ മാതിരിയല്ല. അവിടുത്തെ ഉസ്താദന്മാരും അവിടെ വരുന്ന ആലിമീങ്ങൾക്ക് ഒരു തിരക്കും ഉണ്ടാവില്ല. ആരെങ്കിലും വന്നിട്ടാ നിൽക്ക പിരിവ് ചോദിക്കാൻ. അതുകൊണ്ട് പരമാവധി ആൾക്കാരൊക്കെ മാറിക്കും. അങ്ങനെ ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് അവിടെ വന്ന് സുബഹിസ്കാരം കഴിഞ്ഞ് ഞാൻ റൂമിൽ നിന്ന് ഉസ്താദ് അങ്ങനെ വന്നു പറഞ്ഞപ്പോ ഞാനും പോയി അവിടെ ഇരുന്നിട്ട് ഞാൻ ഉസ്താദിനോട് 4 വർത്താനൊക്കെ പറഞ്ഞു. ആ ഉസ്താദിനോട് ഞങ്ങളാണ് പറഞ്ഞു അങ്ങനെ പള്ളിപ്പിരിവിന് വന്നാണ്. ഞാൻ പറഞ്ഞു ഈ എടത്തനാട്ടുകാരെയാണ് ഞാൻ ജോലി അവിടെ മുജാഹിദ് മാത്രമുള്ള സ്ഥലം. അപ്പൊ ഞാൻ വയലു പറഞ്ഞിട്ടാണ് അവിടെ കുട്ടികളെ ചെലവൊക്കെ നടത്താൻ പറഞ്ഞപ്പോ ഉസ്താദ് അതിനെന്താ, ഞാൻ മർക്കസ് ഉണ്ടാക്കിയതും വയൽ പറഞ്ഞിട്ട് തന്നെയാണ്. പിന്നെ എനിക്കൊന്നും അവിടെ പറയാനില്ല. മർക്കസ് ഉണ്ടാക്കി തന്നെ വയൽ പറഞ്ഞിട്ടാണ്. പിന്നെ എടത്തനാട്ടുകാരെ 20 കുട്ടികൾക്ക് തിന്നാൻ കൊടുക്കണ കാര്യം പിന്നെ അവിടെ പറഞ്ഞിട്ട് അർത്ഥമല്ലല്ലോ. ഞാൻ പറഞ്ഞ ആയിക്കോട്ടെ ഉസ്താദെ, എന്നാലും ഉസ്താദ് വാരിക്കുക. ആയിക്കോട്ടെ നിങ്ങൾക്ക് എന്നാ വേണ്ടി വെച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് ഉസ്താദിന്റെ കന്തൂർ എന്നാ മതി. അപ്പൊ അവിടെ അലക്കാനുള്ളൊരു കന്തൂറല്ല. ഖാദിമിനോട് തന്നെ അത് അയാൾ കൊടുത്തലാണ്. ഞാനത് വാങ്ങിക്കൊണ്ടെന്ന് ഇപ്പൊ കഴുകി വൃത്തിയാക്കി അവിടെ വെച്ചിട്ടുണ്ട്, ഇട്ടിട്ടൊന്നുമില്ല. അതൊരു ബർക്കത്തിന് വാങ്ങി വെച്ച. അല്ലാഹു തആല ആലിമീങ്ങളെ ബർക്കത്ത് നമുക്ക് തരട്ടെ. അല്ലാഹു തആല ആലിമീങ്ങളെ ബർക്കത്ത് തരട്ടെ. ഇപ്പൊ ഇതിങ്ങനെ കേൾക്കുമ്പോ സാലിമൊക്കെ വിചാരിച്ചു ഇനി പോകുമ്പോ ബാക്കവിന്റെ കന്തൂറ ബർക്കത്തിനേറ്റ വാങ്ങിയാലോ. ഞാൻ ആകെ ഒന്നേ കൊണ്ടുവന്നിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇതൊന്നും ചോദിച്ചിങ്ങാണ്ട് സാലിം വരണ്ട എന്നും ഓർമ്മപ്പെടുത്തുക. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളുടെ പേരിലുള്ള ഒരു സ്വലാത്ത്, ആ സ്വലാത്ത് വലിയ പരീക്ഷയിൽ വിജയം കിട്ടുന്നു. അപ്പൊ കുട്ടികൾ കുറെ കുട്ടികൾക്ക് വലിയ ആഗ്രഹം, എന്നാ പിന്നെ ആ സ്വലാത്ത് എന്ന് പഠിച്ചാല് പരീക്ഷ കണ്ട് ജയിക്കാം. പഠിച്ച് നല്ലോണം പഠിക്കണ കുട്ടിയൊക്കെ ഈ സ്വലാത്ത് കൊണ്ട് ഫലം ഉണ്ടാവുള്ളൂ. പഠിക്കാതെ വെറും സ്വലാത്ത് ഇല്ല എന്നാല് സ്വലാത്ത് എഴുതി വെച്ച് പോകേണ്ടി വരും. ടീച്ചർമാർക്കാണെങ്കിലും സ്വലാത്തായിട്ട് അറിയില്ല. അപ്പം ശരിയും കിട്ടൂല, നിങ്ങൾ തോറ്റ് തൊപ്പിടേണ്ടി വരും. പിന്നെ എന്നോട് ഒന്ന് കംപ്ലൈന്റ് പറയണേ. പഠിച്ചിട്ട് ആ പഠിച്ചത് മറവില്ലാതിരിക്കാൻ, ഓർമ്മ ശക്തി കൂടാൻ വേണ്ടിയിട്ടാണ് ആ സ്വലാത്ത്. സ്വലാത്തു സഅദ എന്നാണ് അതിന്റെ പേര്. അത് 5 വക്ത് നിസ്കാരത്തിൽ ചൊല്ലണം. നിസ്കാരം കഴിഞ്ഞ് വലത്തെ കൈ ഇടനെഞ്ചിലേക്ക് വെച്ച് കിബിലക്ക് മുന്നിട്ട് 7 പ്രാവശ്യം അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹ്യിൻ നുഫൂസി സ്വലാത്തൻ തുസ്ഇദുനാ ഫീ ജമീഇ ദുറൂസി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ഇതൊരു 10-15 ചൊല്ലുമ്പോ നിങ്ങൾക്ക് കാണാൻ പഠിഞ്ഞു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ മുഹ്യിൻ നുഫൂസ് സ്വലാത്തൻ തുസ്ഇദുനാ ബിഹാ ഫീ ജമീഇ ദുറൂസി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. 7 തവണ സുബഹി നിസ്കാരം, ളുഹർ നിസ്കാരം, അസ്ർ നിസ്കാരം. ഈ നിസ്കാരത്തിനൊക്കെ ശേഷം വലത്തെ കൈ ഇടനെഞ്ചിലേക്ക് വെച്ചൊരു 7 പ്രാവശ്യം. പരീക്ഷ ഹാളിൽ ചെന്നിട്ട് പരീക്ഷന്റെ ക്വസ്റ്റ്യൻ പേപ്പർ കിട്ടി തുറക്കണീന് മുമ്പ് 7 പ്രാവശ്യം. എന്നിട്ട് നിങ്ങളാണ് തുറന്നോക്കാണി, നിങ്ങൾ പഠിച്ചത് മൊത്തം അതിന് വരും. പഠിച്ചതൊക്കെ നിങ്ങളെ മനസ്സിൽ ഓർമ്മ വരും. നബി മുഹമ്മദ് റസൂലുള്ളാഹ് ഇദാ നസീതു ശൈആ ഫസല്ലൂ അലയ്യ. നിങ്ങൾ വല്ല
വസ്തുവും മറന്നുപോയ എന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലണമെന്ന് മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പൊ ആ സ്വലാത്തും നിങ്ങൾ പരമാവധി ആളുകൾ ഉപയോഗപ്പെടുത്തുക. ഇനി ആർക്കെങ്കിലും വേണമെങ്കിൽ ഇൻഷാ അല്ലാഹ് ഞാൻ വേണമെങ്കിൽ ഇവിടെ എഴുതി കൊടുത്താൽ സംഘാടകരായിട്ട് ബന്ധപ്പെട്ട് അത് കിട്ടും. അല്ലാഹു തആല നമ്മുടെ സേവനങ്ങളൊക്കെ സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ അത് ചൊല്ലിയിട്ട് സ്വലാത്ത് ചൊല്ലിയ കൂലി കിട്ടുമ്പോ അതിനാൽ എനിക്കും ഒരു ചെറിയ ശുപാർശ കിട്ടുന്നുള്ള പ്രതീക്ഷയിൽ ഇതൊക്കെ പറയുന്നത് എന്ന പോലെ തന്നെ മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വലാത്തിന്റെ മഹത്വം വിശദീകരിച്ച് മഹാന്മാരായ ഇമാമിങ്ങൾ നുസ്ഹത്തുൽ മജാലിസി വ മുന്തഖിബുൻ നഫായിസ് എന്ന് പറയുന്ന ഒരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിലെ ശൈഖ് അൽ-ആരിഫ് ശിഹാബുദ്ദീൻ ഇബ്നു റുസ്ലാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ അടുക്കൽ ഒരു ചെറുപ്പക്കാരൻ വന്നു. അദ്ദേഹം വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വല്ലാതെ വിഷമുണ്ട്. എന്താ വിഷമോ? ഞാൻ പ്രായപൂർത്തിക്ക് എത്തിയതിനു ശേഷം കിടന്നുറങ്ങിയാൽ ഞാൻ അറിയാതെ മൂത്രമൊഴിച്ചു പോവുക, ഉറക്കിൽ അറിയാതെ മൂത്രമൊഴിക്കുക. ഒരുപാട് ആളുകൾക്കുള്ള അസുഖമാണിത്, ഒരു തരം പൈശാചിക രോഗമാണിത്. ഇന്നിപ്പോ ഞാന് നമ്മളെ അഷറഫ് ഖാന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ പോയി. അഷറഫ് ഖാന്റെ വീട് തന്നെയല്ലേ, അവിടെ 2 കുട്ടികളുണ്ട്. അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അവർക്കൊക്കെ വലിയ ആലിമീങ്ങളാകാനുള്ള തൗഫീഖ് ചെയ്യട്ടെ. എന്തേ നിങ്ങൾക്കും വേണമെങ്കിൽ ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്കും തരട്ടെ. ഒരു ഉഷാറില്ലാത്ത ആമീനാകുമ്പോഴേ അല്ലാഹു നമുക്കൊക്കെ പഠിക്കാനുള്ള നല്ല ബുദ്ധി തരട്ടെ. അവിടെ മൂപ്പര ഒരു കുടുംബക്കാരൻ വന്നു, പിന്നെ അവിടെ ഒരു ഡോക്ടറാണ്. ഓരോ നമ്മളെ നല്ല ചികിത്സയൊക്കെ നടക്കാൻ തോന്നുന്ന എനർജി ഫുള്ള് അത് തന്നെയാണ്. അല്ലാഹു തആല അവരെ സേവനമൊക്കെ കബൂലാക്കട്ടെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ റഹ്മാനെ. വിഷമങ്ങളൊക്കെ നീ അകറ്റി തരണേ റഹ്മാനെ. ഭക്ഷണം ഉണ്ടാക്കി തന്ന ഉമ്മാക്ക്, അതിന് സാധനങ്ങൾ വാങ്ങിക്കൊടുത്ത മക്കൾക്കൊക്കെ നീ മനസ്സിന് സമാധാനം നൽകണേ അല്ലാഹ്. ആയിരാരോഗ്യം നൽകി സന്തോഷിപ്പിക്കണേ റഹ്മാനെ. അവരിൽ നിന്ന് മരിച്ചുപോയവരെ ഖബറിലേക്ക് അതിന്റെ സവാബ് എത്തിക്കണം റഹ്മാനെ. ഓ എന്റെ മുഅ്മിനീങ്ങളെ, ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ ഇബ്നു റുസ്ലാൻ ങ്ങളോട് ഒരാൾ വന്ന് പറഞ്ഞു, തങ്ങളെ ഞാനിങ്ങനെ കിടന്നുറങ്ങി അപ്പം മൂത്രമൊഴിക്കും, അതിന് വല്ല പരിഹാരമുണ്ടോ? ഉടനെ തന്നെ തങ്ങളവരുകൾ പറഞ്ഞു, അയിനന്ത, നീ എവിടെ പോയി കിടക്കായിരുന്നു? ഖുൽ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലാ റൂഹി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അർവാഹ് വസല്ലി വസല്ലിം അലാ ജസദി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ അജ്സാദ് വസല്ലി വസല്ലിം അലാ ഖൽബി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുലൂബ് വസല്ലി വസല്ലിം അലാ ഖബ്രി സയ്യിദിനാ മുഹമ്മദിൻ ഫിൽ ഖുബൂർ. ഈ സ്വലാത്തിനെ ഇങ്ങനെ വർദ്ധിപ്പിച്ചോ, ഈ സൂക്കേട് മാറിക്കിട്ടും. അങ്ങനെ അദ്ദേഹം അത് ചെയ്തു. പിന്നീട് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അപ്പൊ ഇങ്ങനത്തെ രോഗമുള്ള കുട്ടികൾക്ക് ഈ സ്വലാത്ത് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, അവരെ ചൊല്ലട്ടെ. ചൊല്ലാൻ പറ്റാത്ത പ്രായമുള്ള കുട്ടികളാണ് എഴുതിയിട്ട് അവരെ കിടക്കുന്ന ആ കിടക്കയുടെ താഴ്ഭാഗത്ത്, തലയുടെ താഴ്ഭാഗത്ത് വെക്കട്ടെ. അല്ലാഹുവേ, ഹബീബ് മുഹമ്മദ് മുസ്തഫ നബി തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു തരണം റഹ്മാനെ. അപ്പൊ ഇന്ന് മഗ്‌രിബിന് ശേഷം മരണപ്പെട്ടു പോയ നിസ എന്നൊരു സഹോദരി, അല്ലാഹുവേ അവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്, മർഹമത്ത് നൽകണേ അല്ലാഹ്. അല്ലാഹുവേ, സ്വർഗ്ഗലോകത്ത് അവരെയും ഞങ്ങളെയും താജുൽ ഉലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്, നൂറുൽ ഉലമയോടൊപ്പം ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ്. എല്ലാ ആളുകളും നല്ല നിലയിൽ ദുആക്ക് ആമീൻ പറയണം. ഇൻഷാ അല്ലാഹ് ഞാൻ ദുആർക്കാൻ പോവാണ്. സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം 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 സല്ലല്ലാഹു അലാ മുഹമ്മദ്
സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദൻ യുവാഫി നിഅമഹു വയുകാഫി മസീദാ اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد أرحم الراحمين يا مالك الملوك يا راج سيدا يا الله ഞങ്ങളെ ദുആക്കിന് ഇജാബത്ത് നൽകണ റഹ്മാനേ ഞങ്ങളെ ദുആക്കിന് ഇജാബത്ത് നൽകണ റഹ്മാനേ ഞങ്ങളെ എല്ലാ വിഷമങ്ങളും നീ അകറ്റണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങൾ പല ജാതി പ്രശ്നങ്ങളുള്ളവരാ എല്ലാ പ്രശ്നത്തിനും പരിഹാരം നീ തന്നെയാ ഞങ്ങളെ മുഴുവൻ പ്രശ്നങ്ങൾക്കും നീ പരിഹാരം നൽകണ റഹ്മാനേ ഞങ്ങളിൽ നിന്ന് വന്നുപോയ ചെറുദോഷങ്ങളും വൻദോഷങ്ങളും നാഥനായ അല്ലാഹ് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഞങ്ങളിൽ നിന്ന് മരിച്ച മാതാപിതാക്കൾ ഉപ്പ-ഉമ്മമാർ ഉമ്മാമമാർ കൂട്ടുകുടുംബങ്ങൾ ജ്യേഷ്ഠനിയന്മാർ സഹപാഠികൾ ഞങ്ങളെ സംഘടനാ ബന്ധുക്കളെ നേതാക്കന്മാർ ആരെല്ലാം ഖബറിലുണ്ടോ മുഴുവൻ ആളുകളെയും സ്വർഗലോകത്ത് ഒരുമിച്ച് കൂട്ടണേ അല്ലാഹ് മാറാ രോഗങ്ങൾ തന്ന് ഞങ്ങളെ പരീക്ഷിക്കല്ല അല്ലാഹ് ഞങ്ങളെ ആരോഗ്യം നീ നിലനിർത്തണേ അല്ലാഹ് പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ് മക്കളൊക്കെ സ്വലാഹിയത്തുള്ള മക്കളാക്കണേ അല്ലാഹ് ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളാക്കണ റഹ്മാനേ അല്ലാഹുവേ ഞങ്ങളെ വയത് കേൾക്കാമെന്ന ഉമ്മ സഹോദരിമാർ ജ്യേഷ്ഠനിയന്മാർ കൂട്ടുകുടുംബങ്ങൾ റബ്ബേ ഞങ്ങളെ സംഘടനയെ സ്നേഹിച്ചുകൊണ്ട് വന്നടാ അർഹമുർ റഹീമീനായ അല്ലാഹ് ഉള്ളാളത്തെ പാപ്പയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാ ഞങ്ങളെ മജ്ലിസിലുള്ള എല്ലാ ദുആക്കും നീ ഇജാബത്ത് നൽകണം അല്ലാഹ് മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഹക്ക് ബർക്കത്ത് കൊണ്ടാ ഞങ്ങളെ മജ്ലിസിലുള്ള ദുആ ഖബൂലാക്കണേ അല്ലാഹ് ഇതിന്റെ പോസ്റ്റർ ഒട്ടിക്കാനും കസേര നിറത്താനും സ്റ്റേജ് കെട്ടാനും പന്തല് കെട്ടാനും ഏതെല്ലാം നിലയിൽ ഞങ്ങളോട് സഹകരിച്ചവരുണ്ടോ മുഴുവൻ ആളുകൾക്കും മുഴുവൻ ആപത്തുകളും നീ തട്ടി നീക്കി കൊടുക്കണേ അല്ലാഹ് റഹ്മാനായ റബ്ബേ മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളെ പൊരുത്തം ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ് ഞങ്ങളെ ബിസിനസ്സിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ദർസിൽ ബറക്കത്ത് നൽകണേ അല്ലാഹ് ഞങ്ങളുടെ അടുക്കൽ പഠിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളെയും നല്ല ഉഖറവിയായ അലിമീങ്ങളാക്കണേ അല്ലാഹ് ഉഖറവിയായ അലിമീങ്ങളാക്കണേ അല്ലാഹ് ഒരുപാട് മുതഅല്ലിമീങ്ങൾ ഞങ്ങളെ സദസ്സിലുണ്ട് നാഥനായ അല്ലാഹ് ഇൽമു പഠിച്ച് പൂർത്തീകരിക്കാൻ അവർക്ക് നീ അവസരം നൽകണേ അല്ലാഹ് നല്ല ഓർമ്മശക്തി നൽകണം അല്ലാഹ് റഹ്മാനായ റബ്ബേ ഞങ്ങളെ ദുആയില് അപമര്യാദയായി വല്ലതും പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് നീ മാപ്പ് ചെയ്യണേ അല്ലാഹ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹക്ക് ബർക്കത്ത് കൊണ്ട് ഹബീബിനെ ഒന്ന് കാണാൻ സ്വപ്നത്തിൽ ഒന്ന് ദർശിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകണം അല്ലാഹ് ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണം റഹ്മാനേ റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم واغفر لنا يا غفار المذنبين آمين برحمتك يا أرحم الراحمين എല്ലാ ആളുകളും ദുആയിരക്ക ഞാൻ പറഞ്ഞ വാക്കുകളിൽ എന്തെങ്കിലും വെറുപ്പുണ്ടാകുന്ന വല്ലതും വന്നുപോയിട്ടുണ്ടെങ്കിൽ മാപ്പ് ചെയ്യണം. സാധുവായി എൻ്റെ ഉപ്പാക്ക് നിങ്ങൾ പ്രത്യേകം ദുആയിരക്കണം, എൻ്റെ ഉമ്മാക്കും ദുആയിരക്കണം. നമ്മുടെ എല്ലാ സംരംഭങ്ങളും വിജയിപ്പിക്കുമാറാകട്ടെ.